MCS 227 അല്ലേ? MCS 227 നമ്മൾ യൂണിറ്റ് മൊത്തം 12 യൂണിറ്റ് ഉണ്ടായിരുന്നു. 12 യൂണിറ്റിലെ ലാസ്റ്റ് 12ാമത്തെ യൂണിറ്റ് ആണ് IoT കേസ് സ്റ്റഡീസ്. നമ്മൾ ഇന്നലെ തുടങ്ങി വെച്ചായിരുന്നു എങ്ങനെയാണ് കേസ് സ്റ്റഡീസ് വരുന്നതെന്ന്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും IoTയും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മെയിൻ ആസ്പെക്ട് ആണ് നമ്മൾ പറഞ്ഞു. പിന്നെ IoTയുടെ യൂസ് കേസുകൾ എന്താണെന്ന് പറഞ്ഞു. സ്മാർട്ട് സിറ്റീസ്, സ്മാർട്ട് പാർക്കിംഗ്, പബ്ലിക് ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ്, യൂട്ടിലിറ്റി മാനേജ്മെന്റ്, സ്ട്രീറ്റ് ലൈറ്റിനിങ്, വേസ്റ്റ് മാനേജ്മെന്റ്, environmental well-being, public safety, improved bike sharing services with geolocation, monitor employee attendance remotely, monitoring user satisfaction. അത്രയും നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് അല്ലേ? ഇന്ന് നമുക്ക് ബാക്കിയിലോട്ട് മൂവ് ചെയ്യാം. നമ്മൾ ഇന്നലെ മോണിറ്ററിങ് യൂസർ സാറ്റിസ്ഫാക്ഷൻ ആണ് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത്. അതായത് യൂസർ ഫീഡ്ബാക്ക് ഈസ് എസെൻഷ്യൽ ടു ഇംപ്രൂവ് പബ്ലിക് സർവീസസ് ആൻഡ് ഇൻക്രീസ് സാറ്റിസ്ഫാക്ഷൻ. അതായത് നമ്മളിപ്പോ എന്തൊരു കാര്യം ചെയ്താലും അത് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഫീഡ്ബാക്ക് അത് ഒരു എസെൻഷ്യൽ പാർട്ടാണ്. അപ്പൊ അത് മുഖേനയാണ് നമ്മുടെ, അതായത് അവരുടെ സാറ്റിസ്ഫാക്ഷൻ, അവർക്ക് നല്ല തൃപ്തിയായാൽ മാത്രമേ നമുക്കത് അങ്ങനെ ഒരു സർവീസ് നമ്മളത് കൊണ്ടുവന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ എന്താ ഒരു എസെൻഷ്യൽ കമ്പോണന്റ് ആണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇറ്റ്സ് ഈവൻ ബെറ്റർ വെൻ യു can get the feedback in real time immediately after the experience. Install a small customizable connected dashboard or button to collect user feedback effortlessly. അതായത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു നമ്മളിങ്ങനെ ഒരു വെബ് ആപ്ലിക്കേഷൻ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ സ്മോൾ എന്നാൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ ഡാഷ്ബോർഡും ഒരു ബട്ടണും ഉണ്ടെങ്കിൽ ഫീഡ്ബാക്ക് നമുക്ക് ഈസി ആയിട്ട് അവരുടെ നിന്നും ഏത് സൈറ്റ് അല്ലെ ഏത് ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. Using color codes to trigger instant response as guests leave public serving buildings. അപ്പം മോണിറ്ററിംഗ് യൂസർ സാറ്റിസ്ഫാക്ഷന് IoTയുടെ യൂസ് കേസ് ആണ്. ഇത്രയാണ് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ എടുത്തത്. ദെൻ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. ഇംപ്രൂവ്ഡ് ഡേറ്റ കളക്ഷൻ ഫോർ ബെറ്റർ എയർ ക്വാളിറ്റി മോണിറ്ററിങ്. അതായത് നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യണം, എന്നാൽ എയർ ക്വാളിറ്റി മോണിറ്ററിങ് അത് നമ്മൾ നിയന്ത്രിക്കുന്ന ബെറ്റർ ആക്കുകയും ചെയ്യണം. എയർ ക്വാളിറ്റി, എയറിന്റെ ഗുണനിലവാരം നിരീക്ഷിക്കുന്നത് നമ്മൾ എങ്ങനെ ചെയ്യാമെന്ന്. വേരിയസ് സെൻസേഴ്സ് ആർ ഈസി ടു സ്റ്റാൻഡ് ആൻഡ് സോ ചീപ്പ് ടു റൺ ദാറ്റ് ആൻ എൻറ്റയർ സിറ്റി ക്യാൻ ബി കവേർഡ്, enabling dozens of metrics to be tracked with such as humidity, temperature, air quality and more. Sometimes some cities have installed sensors on moving locations such as trams and buses to collect even more data throughout the day. അതായത് ഇപ്പം സ്മാർട്ട് സിറ്റികളിലൊക്കെ ആണെങ്കിൽ സെൻസറുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്താണ് ട്രാംസിലോ ബസ്സുകളിലോ ഒക്കെ ഇങ്ങനെ എന്താ പറയുന്നത്, ഇപ്പൊ ട്രാംസ് എന്ന് പറഞ്ഞാൽ എന്താ, ട്രാംസ് അർബൻ മേഖലകളിൽ ഒരു ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം ആണ്, അർബൻ റെയിൽ ട്രാൻസിറ്റ് സിസ്റ്റം ആണ് അത് ട്രാംസ്. അതുപോലെ ബസ്സിലും, അതായത് ചില സിറ്റികളിലെ ട്രാമുകൾ പോലുള്ള ചലിക്കുന്ന സ്ഥലങ്ങളിൽ സെൻസറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് എന്തായിരിക്കും എയർ ക്വാളിറ്റി മോണിറ്ററിങ് നോക്കാൻ പറ്റും. വിത്ത് ഇൻക്രീസ്ഡ് അവൈലബിലിറ്റി ഓഫ് ഡാറ്റ, ഇറ്റ്സ് ഈസി ടു ബിൽഡ് ഇന്ററാക്റ്റീവ് റിയൽ ടൈം മാപ്പിംഗ് ഫോർ എയർ പൊല്യൂഷൻ ആൻഡ് ഇംപ്രൂവ് പൊല്യൂഷൻ പ്രൊഡക്ഷൻ ത്രൂ മെഷീൻ ലേണിംഗ്. അതായത് ഇതൊക്കെ വെച്ചുകൊണ്ട്, അതായത് ഇങ്ങനെ ചലിക്കുന്ന ബസ്സുകളിലൊക്കെ അല്ലെ ട്രാംസുകളിലൊക്കെ സെൻസറുകൾ വെക്കുമ്പോൾ എയർ പൊല്യൂഷനും അതിലെ അങ്ങനെ അതിൽ അതായത് വേസ്റ്റ് കൊണ്ട് ഇട്ടാലോ അല്ലെങ്കിൽ അതായത് എയർ പൊല്യൂഷനോ അല്ലെങ്കിൽ പൊല്യൂഷൻ പ്രൊഡക്ഷനോ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, പ്രിഡിക്റ്റ് ചെയ്യാനും പറ്റും, അതായത് മെഷീൻ ലേണിംഗ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്. അതാണ് ഇംപ്രൂവ്ഡ് ഡേറ്റ കളക്ഷൻ ഫോർ ബെറ്റർ എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഒപ്റ്റിമൈസ്ഡ് റിഫ്യൂസ് കളക്ഷൻ റൂട്ട്സ് വിത്ത് കണക്റ്റഡ് ഡംസ്റ്റേഴ്സ്. ഡംസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഓപ്പൺ ടോപ്പ് കണ്ടെയ്നർ ആയിരിക്കും ട്രാൻസ്പോർട്ടിംഗ് വേസ്റ്റ് അല്ലെ, വേസ്റ്റ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഓപ്പൺ ടോപ്പ്ഡ് കണ്ടെയ്നർ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഡംസ്റ്ററുകളില് കളക്ഷൻ റൂട്ട്സ് ക്യാൻ ബി ഒപ്റ്റിമൈസ്ഡ് ടു സേവ് ടൈം, എനർജി
and money with the low power connected ultrasonic sensor that indicate the level of waste in dumpsters. അല്ലെ, നമുക്ക് അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു കണ്ടെയ്നറിനകത്ത് അൾട്രാസോണിക് സെൻസറുകളൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിന് അതായത് വേസ്റ്റ് എത്രമാത്രം എത്തി അല്ലെ, അങ്ങനെ ആ സെൻസർ റീഡ് ചെയ്തെടുത്താൽ മതി. ഡംസ്റ്ററുകളിൽ വേസ്റ്റിന്റെ തോത് സൂചിപ്പിക്കുന്നത് കുറഞ്ഞ പവർ കണക്ട് ചെയ്തിരിക്കുന്ന അൾട്രാസോണിക് സെൻസറുകളൊക്കെ ഉപയോഗിച്ച് ടൈമും എനർജിയും പണവും ഒക്കെ നമുക്ക് അങ്ങനെ ലാഭിക്കാൻ പറ്റും. അപ്പോൾ അത് ഒപ്റ്റിമൈസ് ചെയ്യുക, അത് IoTയുടെ യൂസ് കേസ് ആയിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് കളക്ടിങ് കൺസപ്ഷൻ ഡേറ്റ ഇഫോർട്ട്ലെസ്ലി. അതായത് ഇഫോർട്ട്ലെസ്ലി എന്ന് പറയുന്നത് നമുക്ക് ആയാസരഹിതമായിട്ട് കൺസപ്ഷൻ ഓഫ് ഡേറ്റ കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ put an end to manual on-site meter reading and data processing of water, gas and electricity consumption. അതായത് മാനുവൽ ഓൺ-സൈറ്റ് മീറ്റർ റീഡിങ്ങുകളും വാട്ടർ, ഗ്യാസ്, ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ എന്നിവയുടെയൊക്കെ ഡേറ്റ പ്രോസസ്സിംഗ് അവസാനിപ്പിക്കുക. എന്നിട്ട് യു ക്യാൻ നൗ മോണിറ്റർ ആൻഡ് ഒപ്റ്റിമൈസ് യുവർ റിമോട്ട് അസറ്റ്സ് ഇൻ റിയൽ ടൈം, ഡിറ്റക്ടിങ് ഇഷ്യൂസ് സച്ച് ആസ് ലീക്സ് ആൻഡ് ബ്രേക്ക് ഡൗൺസ്. സർവീസ് കമ്പനീസ് ക്യാൻ ഓൾസോ ഓട്ടോമേറ്റ് ബില്ലിംഗ് ആൻഡ് റിമോട്ട്ലി ആക്ടിവേറ്റ് ആൻഡ് ഡീആക്ടിവേറ്റ് സർവീസ്. അതായത് ഇന്നിപ്പോ എല്ലാം ഓട്ടോമാറ്റിക് ബില്ലിങ്ങും അങ്ങനെയൊക്കെ ഉള്ളതിനെ എന്ത് ചെയ്യണം, നമ്മൾ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് വരണം. കളക്ടിങ് കൺസപ്ഷൻ ഡേറ്റ എഫോർട്ട്ലെസ്ലി, അതായത് പണ്ടത്തെ പോലെ വാട്ടറിന്റെ അല്ലെങ്കിൽ ഗ്യാസിന്റെയോ ഇലക്ട്രിസിറ്റിയുടെയോ ഒക്കെ ഡേറ്റ പ്രോസസ്സിംഗ് ഒക്കെ അല്ലല്ലോ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട്, അതുപോലെ സൈറ്റിൽ പോയി മീറ്റർ റീഡിംഗ് ഒക്കെ നോക്കാതെ ഇതെല്ലാം അല്ലാതെ തന്നെ നമുക്ക് ബില്ല് വരുന്ന രീതിയിൽ അങ്ങനെ നമ്മൾ ആയാസരഹിതമായിട്ട് ഡേറ്റയെ കളക്ട് ചെയ്തെടുക്കുക എന്നുള്ളത് അത് IoTയുടെ ഒരു യൂസ് കേസ് ആണ്. പിന്നെ ഫയർ ഹൈഡ്രൻസ്. ഫയർ ഹൈഡ്രൻസ് പറഞ്ഞാൽ മോണിറ്ററിങ് പൊട്ടൻഷ്യൽ ഇഷ്യൂസ് ഇൻ റിയൽ ടൈമില് പ്രശ്നങ്ങൾ നിരീക്ഷിക്കണം നമ്മൾ എപ്പോഴും. നമ്മളെന്നല്ല IoTയുടെ യൂസ് കേസിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർ വിത്ത് IoT enabled pressure sensors get real time alerts when fire hydrants are in use and also may know how much water is consumed. നമ്മൾ ആ റിയൽ ടൈമിൽ അലേർട്ട് ചെയ്യണം when fire hydrants are in use and also may know how much water is consumed, എത്രമാത്രം വെള്ളം അപ്പോൾ ഉപയോഗിച്ച് കൺസ്യൂം ചെയ്തു. ഇൻസ്റ്റാൾ ആക്സിലോമീറ്റർ സെൻസർ ടു സെൻഡ് അലേർട്ട് ഇൻസ്റ്റന്റ്ലി ഇൻ ഹൈഡ്രന്റ് ഈസ് ബ്രോക്കൺ. അതായത് ഇങ്ങനെയൊക്കെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ആക്സിലോമീറ്റർ സെൻസറുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അലേർട്ടുകളൊക്കെ സെൻഡ് ചെയ്യണമെന്ന്, പെട്ടെന്നൊരു അലേർട്ട് ഡീപ് സൗണ്ട് ഒക്കെ സെൻഡ് ചെയ്യണം. അപ്പോൾ ലീക്കിങ് ഓർ മാൽ ഫങ്ഷനിങ്ങിന് വേണ്ടി. ഇൻസ്റ്റാൾ എ ടെമ്പറേച്ചർ സെൻസർ ടു പ്രിവെന്റ് കോൾഡ് വെതർ ഡാമേജ് ടു ഇൻക്ലിമെന്റ് ആൻഡ് വിന്റററി കണ്ടീഷൻസ്. അങ്ങനെയുള്ള ഭയങ്കര തണുപ്പുള്ള സാധ്യതയിലൊക്കെ എന്ത് ചെയ്യണം, ഒരു ടെമ്പറേച്ചർ മോണിറ്റർ ഇൻസ്റ്റാൾ ചെയ്തൊക്കെ വെക്കണം. അങ്ങനെ അത് IoTയുടെ യൂസ് കേസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ചെക്കിംഗ് ഓഫ് സോയിൽ മോയ്സ്ചർ. Soil condition monitoring can be done remotely and costly efficiently to help minimize plant stress caused by dehydration. Besides reducing the cost of replacing plants, these solutions also optimize water usage. ഇത് സോയിൽ മോയ്സ്ചർ ചെക്ക് ചെയ്യുക എന്നുള്ളത് അതും നമ്മൾ എങ്ങനെയായിരിക്കും, സോയിൽ മോയ്സ്ചർ സെൻസറുകൾ യൂസ് ചെയ്തുകൊണ്ട് വേണം സോയിലിനകത്ത് മോയ്സ്ചറിന്റെ കണ്ടന്റ് ഉണ്ടോ എന്ന് ഒക്കെ നോക്കാൻ. എന്നിട്ട് ഇറ്റ് ഈസ് എഫിഷ്യന്റ്ലി ടു ഹെൽപ്പ് മിനിമൈസ് പ്ലാന്റ് സ്ട്രെസ് കോസ്ഡ് ബൈ ഡീഹൈഡ്രേഷൻ. അതായത് പ്ലാന്റ്സിന് ഡീഹൈഡ്രേഷൻ സംഭവിക്കാതെ അവിടെ ഇതുണ്ടോ സോയിൽ, നമ്മളിപ്പോ ഒരു മരം അല്ലെ ഒരു ചെടി അല്ലെങ്കിൽ ഒരു കൃഷി നടത്തിയെടുത്ത് ഈർപ്പമുള്ള മണ്ണാണോ അല്ലെ. പണ്ടൊക്കെ ആണെങ്കിൽ അത് കർഷകർക്ക് അറിയായിരുന്നു അത് ഈർപ്പമുള്ള മണ്ണാണ്, അല്ലെ ഇന്ന കാലയളവ് വരുമ്പോൾ അവിടെ ഈർപ്പം വരും, അല്ലെങ്കിൽ നമ്മൾ വെള്ളം നനച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ പണ്ടുള്ള കർഷകർ അങ്ങനെയൊക്കെ നോക്കി ചെയ്യണം. ഇപ്പൊ നമ്മളിങ്ങനെ ഇപ്പൊ സോയിലിൽ മോയ്സ്ചർ ഉണ്ടോ എന്ന് പോലും ചെക്ക് ചെയ്യുന്ന സെൻസറുകൾ വെച്ച് ചെക്ക് ചെയ്യുന്നവരുണ്ട്. ഇന്നത്തെ കർഷകർക്ക് അറിയത്തില്ലായിരിക്കും, ഇന്നത്തെ കർഷകരല്ലല്ലോ, ഇന്നത്തെ ആ ജോലി ചെയ്യുന്നവർക്ക് അറിയത്തില്ല. അപ്പം ഇപ്പൊ ഒരു പാടം അല്ലെങ്കിൽ ഒരു കുറച്ചേറെ ഒരു സ്ഥലം എടുത്തിട്ട് അവിടെ വെള്ളം ഉണ്ടോ ആ സോയിലിൽ, ആ മണ്ണിൽ വെള്ളമുണ്ടോ, വെള്ളത്തിന്റെ ജലാംശം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി പോലും സെൻസറുകളാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ സെൻസർ കൊണ്ട് ഇങ്ങനെ ഇപ്പൊ പാടത്ത് കൂടെയോ അല്ലെങ്കിൽ ഈ പറമ്പിൽ കൂടെയോ പോകുമ്പോഴത്തേനും സെൻസർ ഇല്ലാത്ത ഭാഗത്ത് വരുമ്പോൾ ബീപ് സൗണ്ട് കേൾക്കും അല്ലെ. സെൻസർ ഉള്ളിടത്ത് വരുമ്പോൾ കുഴപ്പമില്ല, അല്ല മോയ്സ്ചർ ഉള്ളിടത്ത് വരുമ്പോൾ ഇല്ല, മോയ്സ്ചർ ഇല്ലാത്തടത്ത് വരുമ്പോഴത്തേനും ഒരു ബീപ് സൗണ്ട്, എന്തെങ്കിലും ഒരു അലേർട്ട് കേൾക്കുമ്പോൾ അറിയാം ആ ഭാഗത്ത് വെള്ളത്തിന്റെ പ്രസൻസ് ഇല്ല എന്നുള്ളതൊക്കെ അങ്ങനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യുക. പിന്നെ മോണിറ്ററിങ് ആൻഡ് മെയിൻറ്റെയിനിങ് സ്ട്രീറ്റ് ലൈറ്റനിങ്
നെറ്റ്വർക്ക് റിമോട്ടിലി. ഈ സ്ട്രീറ്റ് ലൈറ്റനിങ് ഇല്ലേ, അത് നമ്മൾ അത് മോണിറ്റർ ചെയ്യുകയും നിരീക്ഷിക്കുകയും മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നെറ്റ്വർക്കുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ. വിത്ത് IoT enabled sensors maintains operations like detecting overheating, power supply shortage and broken bulbs is possible. അതായത് നമുക്ക് മെയിൻറ്റെയിൻസ് എപ്പോഴും നടക്കാം. IoT പ്രവർത്തനമാക്കിയ സെൻസറുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മെയിൻറ്റെയിൻസ് ഓപ്പറേഷൻസ് ഒക്കെ നടക്കാം. അതായത് ഡിറ്റക്ട് ചെയ്യാം ഓവർ ഹീറ്റിംഗ് ഉണ്ടോ അല്ലേ, അല്ലെങ്കിൽ പവർ സപ്ലൈ ഷോർട്ടേജ് വന്നോ, അതോ ബൾബുകൾ എന്തെങ്കിലും ബ്രോക്കൺ ആയോ. Deploy workers only when necessary instead of carrying out routine maintenance check. Install IoT enabled light intensity sensor to remotely control light intensity for energy saving. അതായത് ലൈറ്റ് കൺട്രോൾ പോലും റിമോട്ട്ലി ആക്കണമെന്ന് പറഞ്ഞാല് എനർജി സേവ് ചെയ്യാൻ വേണ്ടി ആ ഒരു രീതിയിൽ കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. സം ഓഫ് ദി ആപ്ലിക്കേഷൻസ് ആർ ഡിസ്ക്രൈബ്ഡ് ബിലോ ദി നെക്സ്റ്റ് സെക്ഷൻ. അതായത് ഇപ്പൊ നമ്മൾ ഓർത്താൽ നമ്മളിപ്പോ പണ്ടാണെങ്കിൽ നിങ്ങളുടെയൊക്കെ ചെറുപ്പത്തില് ഈ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഇല്ലേ, അതിപ്പോ KSEBിയിൽ നിന്നും ഡയറക്റ്റ്, എന്റെ ഒക്കെ ചെറുപ്പത്തിലാണെങ്കിൽ പോസ്റ്റലിൽ നിന്ന് ലൈറ്റ് കാണത്തില്ലായിരിക്കും. ഇനി പോസ്റ്റൽ അഥവാ ലൈറ്റ് ഉണ്ടെങ്കിൽ അത് KSEBിയിൽ നിന്ന് ഓൺ ആക്കുന്നു, രാവിലെ വൈകുന്നേരം ഓൺ ആക്കിയിട്ട് അവർ തന്നെ അങ്ങോട്ട് ഓഫ് ചെയ്യുക. ചിലപ്പോൾ നമുക്ക് ഞങ്ങളെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പകൽ മുഴുവൻ തെളിഞ്ഞു കിടക്കുന്നത് കാണാം. അന്ന് സാധാരണ ബൾബുമായിരുന്നു നമ്മുടെ ഇപ്പോൾ ഈ സാധാരണ ബൾബില്ലേ, ആ ബൾബായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് എങ്ങനെയാ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ കാണുന്നത്? എല്ലാം LDR ഫോട്ടോ റെസിസ്റ്ററാ അല്ലെ, ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ലൈറ്റ് ഓഫ് ആകാനും ഇന്റൻസിറ്റി കുറയുമ്പോൾ, അതായത് ഇരുട്ടാകുമ്പോൾ ഡാർക്ക്നെസ് കൂടുമ്പോൾ ലൈറ്റ് ഓൺ ആകുക തന്നെ. 6, 6:30, 7 ആകുമ്പോഴത്തേനും സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ തന്നെ തെളിയുന്നു. വെളുപ്പിന് ഒരു 6 അല്ലെങ്കിൽ 7 മണിയോട് അടുക്കുമ്പോഴത്തേനും, അതായത് നല്ലോണം സൂര്യൻ പ്രകാശിച്ച് വന്നു കഴിയുമ്പോഴത്തേനും, അതായത് അപ്പത്തേനും ഈ ലൈറ്റിനെ അതാണ് ഫോട്ടോ റെസിസ്റ്റർ എന്ന് പറയുന്നത്, LDR കൺസെപ്റ്റ്. അന്നേരം ഓട്ടോമാറ്റിക്കലി ഓഫ് ആയി പോവുകയും ചെയ്യുന്നത്. അപ്പൊ അത്രയും യൂസ് കേസുകൾ, 17 യൂസ് കേസ് ഉണ്ട് കേട്ടോ. ആ 17 യൂസ് കേസും വായിച്ച് മനസ്സിലാക്കുക. നെക്സ്റ്റ് ടോപ്പിക്ക് സ്മാർട്ട് ഹോംസ്. എന്താണ് സ്മാർട്ട് ഹോം? നോക്കി, ഇന്നത്തെ കാലഘട്ടത്തില് ടൗൺ ഏരിയ, അർബൻ ഏരിയ ജീവിക്കുന്നവരൊക്കെ സ്മാർട്ട് ഹോം എന്നുള്ള കൺസെപ്റ്റിലാണ്. നമ്മളൊക്കെ നാട്ടിൻപുറത്ത് ജീവിക്കുന്നവർക്കൊന്നും അത്രയും ഒരു സ്മാർട്ട് ഹോം കൺസെപ്റ്റ് ഇല്ലെങ്കിലും അർബൻ ഏരിയയിൽ ജീവിക്കുന്നവർക്കൊക്കെ ഒരു സ്മാർട്ട് ഹോം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് പോകുന്നത്. അതായത് ടുഡേ എ സ്മാർട്ട് home lives to exceed customers' expectations. It learns about your habits, your favorite music, room temperature, wake up timings, and determine consumption patterns. അല്ലേ? These insights may help provide to personalized experience at our home. They can easily control via smart home app. We don't have to worry about our home security even when we are not there. നമ്മളിപ്പോ വീട്ടിലില്ലെങ്കിലും നമ്മളുടെ വീടിന്റെ സുരക്ഷയെ കുറിച്ച് നമുക്ക് മൊബൈൽ ഫോണിൽ ആപ്പ് ഇട്ടാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ റൂമിന്റെ ടെമ്പറേച്ചർ എന്തായിരിക്കും, നമ്മുടെ ഹാബിറ്റ്, നമ്മൾ എപ്പോൾ എഴുന്നേക്കണം, നമ്മുടെ പാറ്റേൺ എന്തായിരിക്കും, നമുക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് ഏതായിരിക്കും, ഇതെല്ലാം നമുക്ക് പേഴ്സണലൈസ് ചെയ്ത് നമ്മുടെ മൊബൈൽ ഫോണെ സെറ്റ് ചെയ്ത് വെക്കാം. Let's look at the most popular ways to us smart home IoT technologies are understand what the benefits look like. എന്താണ് നമുക്ക് അതെന്ന് പറയാം. അതായത് ഒരു സ്മാർട്ട് ലൈറ്റനിങ് ആണ് ആ ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത്. ഇന്നലെ അതൊരു IoT യൂസ് കേസിൽ പറഞ്ഞായിരുന്നു സ്മാർട്ട് ലൈറ്റനിങ്. അതായത് ടുഡേ ദി മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് സ്മാർട്ട് ഹോം ആപ്ലിക്കേഷൻസ് ഇസ് ഹോം ലൈറ്റനിങ്. നമ്മുടെ വീട്ടിലെ ലൈറ്റനിങ്, അതായത് നമുക്ക് വീട്ടിൽ നമ്മൾ ലൈറ്റ് ഇടുന്ന ആ പ്രോസസ്സാണ് ഇന്ന് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഹോം ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സ്മാർട്ട് ഹോം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓർക്കുക, എന്റെ മനസ്സിലോട്ടൊക്കെ ഫസ്റ്റ് വരുന്നപ്പം സ്മാർട്ട് ലൈറ്റനിങ് ആണ്. അതായത് മോസ്റ്റ് പീപ്പിൾ നോ ദി ട്യൂണബിൾ ലൈറ്റനിങ് ദാറ്റ് വി ക്യാൻ ചേഞ്ച് ബിറ്റ്വീൻ വാം ആൻഡ് ബ്രൈറ്റ് വിത്ത് ഡിഫറെന്റ് കളർ ഹ്യൂസ് ദാറ്റ് സ്യൂട്ട് അവർ മൂഡ് ഓർ റിക്വയർമെന്റ്. അതായത് നമ്മുടെ മൂഡിന്റെ അനുസരിച്ച്, ആവശ്യത്തിനനുസരിച്ച് ഈ ലൈറ്റിന്റെ കളർ പോലും ചേഞ്ച് ചെയ്തിടാൻ പറ്റും എന്നുള്ളത്. അതായത് സ്മാർട്ട് ലൈറ്റുകൾക്കുള്ളിൽ ചെറിയ ചിപ്പുകളുണ്ട്. അത് ഒരു ഡിവൈസുമായി വയർലെസ് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുമായിരിക്കും. അപ്പോൾ ഓരോ ലൈറ്റും ഒരു ആപ്പിലേക്കോ സ്മോൾ ഹോം അസിസ്റ്റിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. അതായത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു ആപ്പ് ഇട്ടിട്ടുണ്ട്, അതിനനുസരിച്ച് ആ ആപ്പിലോട്ട് നമ്മൾ ഈ സ്മാർട്ട് ലൈറ്റ് കൊണ്ട് വെക്കുമ്പോൾ, അതായത് നമ്മുടെ സാധാരണ ബൾബുകളൊന്നും അല്ല, സ്മാർട്ട് ലൈറ്റിന് അത് വേറെ ഇതാണ്. അപ്പൊ അതിനകത്ത് ചെറിയ ചിപ്പുണ്ട്. ആ ചിപ്പിലെ കണ്ടന്റ് ആണ് നമ്മളുടെ മൊബൈൽ ഫോണുമായിട്ട്, നമ്മുടെ ഡിവൈസുമായിട്ട് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി നമ്മൾ പണ്ടാണെങ്കിൽ എന്താ സ്വിച്ച് പോയി പണ്ടെന്നല്ല, ഇപ്പൊ നമ്മളൊക്കെ സ്വിച്ച് പോയി ഇടുമായിരിക്കും, സ്വിച്ച് പോയി ഓൺ ആക്കി ഓഫ് ആക്കുകയും ചെയ്യും. അതല്ല,
ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇത് ഓൺ ഓർ ഓഫ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഡിസ്റ്റൻസ് നിന്നുകൊണ്ട് മൊബൈൽ ഫോണിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ഒരു ടച്ചിങ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ക്ലിക്കിങ്ങിലൂടെ സ്മാർട്ട് ലൈറ്റനിങ് ആക്കാൻ പറ്റും. ആസ് എൻ്റർ യുവർ ഹോം, lights can turn on automatically without necessary to press a button. This can also work as safety feature to detect intrusions. കാരണം നമുക്ക് അതനുസരിച്ചൊരു സേഫ്റ്റി ആണ് നമുക്ക് പറയാൻ പറ്റും. പിന്നെ the opposite is also possible as you leave your home. System can turn the lights off automatically, thereby saving energy. അതായത് നമ്മുടെ വീട്ടിൽ ആരും ഇല്ലെങ്കിലും നമുക്ക് ഓട്ടോമാറ്റിക്കലി സിസ്റ്റം നമ്മുടെ ബൾബുകളെല്ലാം ഓഫായി കിടക്കണം. അങ്ങനെ എനർജി കൺസ്യൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും പറ്റും ഈ സ്മാർട്ട് ലൈറ്റുകളാണെങ്കിൽ. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ രാവിലെ ഇറങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ റൂമിലെ ലൈറ്റ് ഫാനും എല്ലാം ഇട്ടിട്ടായിരിക്കും ഓടി ഇറങ്ങി പോകുന്നത് അല്ലേ. അപ്പൊ ഇത് അതായത് അതുപോലും സ്മാർട്ട് ലൈറ്റിനിങ് ആണെങ്കിൽ ഹ്യൂമൻ ബീങ്ങിന്റെ പ്രസൻസ് ഇല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ചെയ്യാൻ പറ്റും, ഓഫായി പോകും. ഹോം തിയേറ്റർ enthusiasts can have a light programmed to automatically dim while watching the movie to provide the best viewing experience. അതായത് നമ്മുടെ വീടുകളിൽ ഇപ്പോൾ ഒരു തിയേറ്റർ എഫക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോ മൂവി കാണുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ലൈറ്റ് വേണ്ട, അത് ഡിം ആകണം. അതുമൊക്കെ ലൈറ്റിനിങ് കൊണ്ട് സാധിക്കും. ഇവർ ലൈറ്റ് ക്യാൻ ടേൺ on when your alarm ringing in the morning, wake the whole household up if you need to be. അതായത് നമ്മുടെ അലാറം അടിക്കുമ്പോൾ തന്നെ ലൈറ്റ് ഇടുക. നമുക്ക് അലാറം അടിക്കുമ്പോൾ നമ്മൾ ഇവിടെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് 5 മിനിറ്റ് നമ്മൾ പിന്നെയും കിടക്കുമായിരിക്കും അല്ലെ. അലാറം സെറ്റ് ചെയ്ത് കിടക്കുന്നവർക്ക് അറിയാം, അലാറം അടിക്കുമ്പോൾ തന്നെ ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെയും കിടക്കും. പക്ഷെ ഇവിടെ എങ്ങനെ ആയിരിക്കും, അലാറം അടിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വീട് സ്മാർട്ട് ഫോം ആണെങ്കിൽ ലൈറ്റ് ഓട്ടോമാറ്റിക്കലി തെളിയും. പിന്നെ a smart lighting in your home can be connected to smartphone and other connect devices and can be voice control. അത് വോയിസ് കൺട്രോളും ആയിരിക്കും, മൊബൈൽ ഫോണുമായിട്ട് കണക്ട് ചെയ്ത്. അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ സ്മാർട്ട് ലൈറ്റിനിങ് എന്താണെന്ന് പിടികിട്ടിയല്ലോ. നെക്സ്റ്റ് സ്മാർട്ട് കിച്ചൺ ഉണ്ടെന്ന്. സ്മാർട്ട് കിച്ചൺ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ഓവനൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു മനസ്സിലോട്ട് വരും അല്ലെ. കോഫി മേക്കർ, ഓവന്, സ്മാർട്ട് റെഫ്രിജറേറ്റർ ഒക്കെ കാണും. എങ്ങനെയായിരിക്കും സ്മാർട്ട് റെഫ്രിജറേറ്റർ ഒക്കെ വർക്ക് ചെയ്യുന്നത് ആലോചിച്ചിട്ടുണ്ടോ? അല്ലെ നിങ്ങളുടെ വീടുകളിലുണ്ടോ? സ്മാർട്ട് കിച്ചൺ എന്ന് പറയുമ്പോൾ സ്മാർട്ട് റെഫ്രിജറേറ്റർ, അതായത് ഫ്രിഡ്ജ് ഉണ്ടോ എന്നുള്ളത് എങ്ങനെയായിരിക്കും ഐഡന്റിഫൈ ചെയ്യുന്നത്? അതായത് നമ്മളിപ്പോ നമ്മുടെ ഫ്രിഡ്ജിൽ കൊണ്ട് എല്ലാ ഉപയോഗമില്ലാത്ത എല്ലാ സാധനങ്ങളും വേണേൽ കയറ്റി വെക്കുമായിരിക്കും അല്ലെ. എക്സ്പയറി കഴിഞ്ഞ സാധനങ്ങളെല്ലാം എത്ര ദിവസം വേണമെങ്കിലും നമ്മുടെ സാധാരണ ഫ്രിഡ്ജുകളിരിക്കും. പക്ഷെ സ്മാർട്ട് ഫ്രിഡ്ജ് ആണെങ്കിൽ എന്തായിരിക്കും, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാനും അതായത് അതുപോലെ നമ്മുടെ ഫ്രിഡ്ജിൽ വേണ്ട സാധനങ്ങളൊക്കെ ഷോപ്പിംഗ് ലിസ്റ്റ് ചെയ്യാനും ഒക്കെ സ്മാർട്ട് റെഫ്രിജറേറ്റർക്ക് പറ്റും. അതായത് യൂട്യൂബിൽ വലിയ കണ്ടുപിടുത്തമല്ലേ. പിന്നെ സ്മാർട്ട് ഓവനുകളൊക്കെ കാണും. സ്മാർട്ട് ഓവൻ എന്തായിരിക്കും? സ്മാർട്ട് ഓവൻ ഉദ്ദേശിക്കുന്ന ഓവൻ അറിയാമല്ലോ, നമുക്ക് ഇപ്പൊ പെട്ടെന്ന് ഒരു സാധനം വെച്ച് ഒരു മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ആവി കയറി വരുന്നു, ചൂടായി വരുന്നു അല്ലേ. മുട്ടയൊക്കെ പുഴുകാനാണെങ്കിൽ നമുക്കൊരു 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ മതി, പെട്ടെന്ന് തന്നെ ഓവന്റെ കാര്യം അറിയാം. അപ്പൊ സ്മാർട്ട് ഓവൻ ആകുമ്പോൾ എന്തായിരിക്കും, പ്രീഹീറ്റ് ചെയ്യാൻ പറ്റും. വോയിസ് വരെ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ വോയിസ് കൊടുത്തോണ്ട് പോയി നമുക്ക് തന്നെ പ്രീഹീറ്റ് ചെയ്ത് പെട്ടെന്ന് എടുക്കാൻ പറ്റും. പിന്നെ സ്മാർട്ട് കോഫി മേക്കേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ. പ്രോഗ്രാം ചെയ്ത സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് കോഫി വരാന്, അത് നമുക്ക് എല്ലാവർക്കും നമ്മളിപ്പോ സ്മാർട്ട് കോഫി മെഷീൻ എല്ലാം എല്ലായിടത്തും കാണുന്നതാണ്. അത് ആ പ്രോഗ്രാം സെറ്റ് ചെയ്തനുസരിച്ച് നമുക്ക് മെഷീൻ കോഫി കിട്ടുന്നു. നമുക്കൊന്ന് വായിച്ചിട്ട് നോക്കാം. സ്മാർട്ട് ഹോം automation devices can make the cooking process safer and convenient ആയിട്ട്. അതായത് ഇറ്റ് ക്യാൻ ടേൺ ഓൺ ലൈറ്റ്സ് ഓർ പ്ലേ സൂത്തിങ് മ്യൂസിക് വെൻ യു എൻ്റർ എ കിച്ചൺ. അതായത് നമ്മൾ കിച്ചണിലോട്ട് കയറുമ്പോൾ തന്നെ ലൈറ്റ് ഒക്കെ തെളിഞ്ഞ് ഒരു മ്യൂസിക് ഒക്കെ കേൾക്കാം. സ്മാർട്ട് സെൻസേഴ്സ് ക്യാൻ ചെക്ക് ഫോർ ഗ്യാസ് ലീക്സ്, സ്മോക്സ്, വാട്ടർ ലീക്കേജ് ആൻഡ് ടേൺ ഓഫ് ദി പവർ ഇൻ ദി ഹൗസ് if the indicator are outside the optimum range. അതായത് നമ്മളിപ്പം നമ്മൾ ഇങ്ങനെ സ്മാർട്ട് കിച്ചൺ ആണ് യൂസ് ചെയ്തെങ്കിൽ അവിടെ സെൻസറുകൾ കാണും. ആ സെൻസറുകൾ ഇപ്പം നമ്മുടെ ഗ്യാസിന് എന്തെങ്കിലും ലീക്കേജ് ഉണ്ടോ, അത് സ്മോക്ക് അല്ലെ എന്തെങ്കിലും പുക വരുന്നുണ്ടോ, അല്ലെങ്കിൽ വാട്ടർ ലീക്കേജ് ഉണ്ടോ, നമ്മുടെ പൈപ്പൊക്കെ എപ്പോഴും ഇങ്ങനെ വാട്ടർ ലീക്കേജ് ഉണ്ടോ, അതല്ലെങ്കിൽ അങ്ങനെയുള്ളതിനെല്ലാം എന്തായിരിക്കും ഒപ്റ്റിമൈസ് ചെയ്യും. പിന്നെ അപ്ലയൻസസ്, റെഫ്രിജറേറ്റർ, ചിമ്മിനീസ് എക്സെട്ര ക്യാൻ കൺട്രോൾ ത്രൂ വോയിസ് ആക്ടിവേറ്റഡ് ഡിവൈസസ്. അപ്പൊ സ്മാർട്ട് കിച്ചൺ അറിയാലോ. നെക്സ്റ്റ് സ്മാർട്ട് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി സിസ്റ്റംസ്. സേഫ്റ്റി സെൻസേഴ്സ് ഐഡന്റിഫൈ എനിത്തിങ് റോങ് അറ്റ് യുവർ ഹോം. നമ്മളിങ്ങനെ ഒരു സ്മാർട്ട് ഹോം ആണ് നമ്മുടെ വീടെങ്കിൽ നമ്മൾ ആക്കിയിരിക്കുന്നെങ്കിൽ സേഫ്റ്റി സെൻസറുകൾ കാണും. എന്തിനായിരിക്കും,
ആരെങ്കിലും ഐഡന്റിഫൈ എനിത്തിങ് റോങ് അറ്റ് യുവർ ഹോം, അതായത് തീവ്സുകളോ അല്ലെ, അതായത് കള്ളന്മാരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ദേ ക്യാൻ നോട്ടിഫൈ ഹോം യൂസേഴ്സ് ഓഫ് എനി ഓവർലുക്ക്ഡ് ലൈക്ക് ആൻ appliance left on or any potential threat immediately and even trigger necessary action to prevent them. Proximity. Motion and video sensors can identify the burglar makes an attempt to break into your home and automatically turn on the panic alarms, lights and call the police. അതായത് ഈ പ്രോക്സിമിറ്റി സെൻസറുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അല്ലെ മോഷൻ സെൻസറുകളോ വീഡിയോ സെൻസറുകളോ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു ബർഗർ, അതായത് ഒരു തീ ഒരു കള്ളം കയറിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ എന്തായിരിക്കും, പാനിക് അലാറം, ഭയപ്പെടുന്ന അലാറമോ പെട്ടെന്ന് ലൈറ്റ് മുടങ്ങോ അല്ലെ കോൾ ദി പോലീസ്, ഈവൻ കോൾ ദി പോലീസ് പോലും അതിൽ നിന്നും പോകുന്നുള്ളത്. സ്മാർട്ട് ഹോം യൂസേഴ്സ് ക്യാൻ ചെക്ക് ദർ ഹോം സേഫ് റിമോട്ട്ലി ത്രൂ ദി ആപ്പ് ഓൺ ദർ ഫോൺസ് ആൻഡ് കൺട്രോൾ pretty much everything at home. അതുപോലും നമുക്ക് ഫോണിൽ നോട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളത്. പിന്നെ while locking the door you can set the controller to automatically close the curtains, turn off devices and ensure your home to protect against any trespassers. അതുപോലും അല്ലെ ലോക്കിംഗ് ദി ഡോർ ഒക്കെ ലോക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി കർട്ടൻ ഒക്കെ ക്ലോസ് ചെയ്യാനൊക്കെ പറ്റും. ഡിവൈസസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഓഫ് ചെയ്യാൻ പറ്റും. എല്ലാം നമ്മുടെ ഫോണിലെ ആപ്പ് യൂസ് ചെയ്ത് നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്താൽ മതി എന്നുള്ളത്. നെക്സ്റ്റ് സ്മാർട്ട് ബാത്റൂം. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കിയേ, സ്മാർട്ട് നമ്മള് ഇതെല്ലാം നോക്കി, അതായത് സ്മാർട്ട് ഹോമാ പറയുന്നത്. അപ്പൊ സ്മാർട്ട് ലൈറ്റിങ് സ്മാർട്ട് കിച്ചനൊക്കെ പോസിബിൾ, നമുക്കിപ്പോ ഏകദേശം ഐഡിയ ഉണ്ട്. അതുപോലെ സെക്യൂരിറ്റി അലാറംസ് ഒക്കെ സെറ്റ് ചെയ്യുന്നൊക്കെ നമുക്കറിയാം. പക്ഷെ സ്മാർട്ട് ബാത്റൂമും അതും എന്തായിരിക്കും? സ്മാർട്ട് ബാത്റൂം IoT ടെക്നോളജീസ് ഈസ് എ ബാത്റൂം ക്യാൻ ഹെൽപ്പ് ഇൻ പവർ ആൻഡ് എനർജി സേവിങ്സ് വിത്ത് കൺവീനിയൻസ്. അതായത് എനർജിയെ സേവ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്മാർട്ട് ബാത്റൂമും ആക്കാന്ന്. നമ്മുടെ ഹീറ്റർ ഒക്കെ ഇല്ലേ, വാട്ടർ ഹീറ്റർ ഒക്കെ, അത് ഓട്ടോമാറ്റിക്കലി ടേൺ ഓൺ ഓർ ഓഫ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്മാർട്ട് ബാത്റൂം എന്ന് പറയുന്നത്. വിത്ത് സ്മാർട്ട് ഹോം ഓട്ടോമേഷൻ വി ക്യാൻ സെറ്റ് അവർ എന്താ ഗീസേഴ്സ് ടു ഓട്ടോമാറ്റിക്കലി ടേൺ ഓൺ ഓർ ഓഫ് അറ്റ് എ പ്രീസെറ്റ് പാറ്റേൺ ബേസിസ് യുവർ ഷവർ റൊട്ടീന്. അതായത് ഒരു പാറ്റേണിൽ നമുക്ക് ഓൺ ഓർ ഓഫ് ചെയ്യാൻ പറ്റും. അതായത് എന്താണ് ഗീസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ വാട്ടർ ഹീറ്ററിനേ ഉള്ളൂ, അതൊക്കെ നമുക്ക് ഓൺ ഓർ ഓഫ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് ഹെൽപ്സ് ടു make your home energy efficient by eliminating the unnecessary functioning of how power consuming home appliances like geysers and heaters etc. In a smart garden, a smart home can be exceptionally beneficial for those plant lovers interested in growing vegetables, fruits, herbs, indoor plants at home. Technology allows users to check the plant is adequately hydrated and receiving necessary amount of sunlight. അതായത് നമുക്ക് അങ്ങനെ സ്മാർട്ട് ഗാർഡൻ ആണെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റും ആവശ്യത്തിന് അത് ഹൈഡ്രേറ്റഡ് ആണ്, അത് ഡീഹൈഡ്രേഷനിലോട്ട് പോകുന്നുണ്ടോ, അല്ലെ ആവശ്യത്തിന് വെള്ളം കിട്ടുന്നുണ്ടോ, അതുപോലെ തന്നെ ആവശ്യത്തിന് സൺലൈറ്റ് കിട്ടുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. യു ക്യാൻ മോണിറ്റർ യുവർ പ്ലാന്റ് ആൻഡ് ടേൺ ഓർ യുവർ സ്മാർട്ട് ഇറിഗേഷൻ സിസ്റ്റം വെൻ യു നീഡ്. അതായത് നമുക്കൊരു സ്മാർട്ട് ഇറിഗേഷൻ വെള്ളത്തിന്റെ ഒരു സിസ്റ്റം പോലും അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് യു ക്യാൻ കൺട്രോൾ and stop the watering system, thus optimizing water usage. വാട്ടറിന് ലെവല് കൊടുക്കുകയാണെങ്കിൽ വെള്ളമില്ലെങ്കിൽ നമുക്ക് അത് ഓട്ടോമാറ്റിക്കലി വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാനും ആവശ്യത്തിന് ആ ചെടിക്ക് വെള്ളം കിട്ടുമ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് ഏതാണ് സ്മാർട്ട് ഗാർഡന്റെ പ്രത്യേകതയാണെന്നാണ് പറയുന്നത്. പിന്നെ സ്മാർട്ട് ടെമ്പറേച്ചർ കൺട്രോൾ, അതായത് നമുക്ക് റൂമിന്റെ ടെമ്പറേച്ചർ ബെഡ്റൂമിന്റെ ആയാലും നമുക്ക് ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഫോർ ഇൻസ്റ്റൻസ് യൂസേഴ്സ് ക്യാൻ ടേൺ ഓൺ their bedroom ACs as they drive from office to enjoy a cool room and home after a tiring day. അതായത് നമ്മളിപ്പം ഓഫീസിൽ പോയി വീടെല്ലാം അടച്ചു കൂട്ടിയിട്ടാ പോയേ, അപ്പൊ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന് തുറക്കുമ്പോൾ നമുക്കറിയാം, തുറക്കുമ്പോൾ ഭയങ്കര ചൂടുകാലത്താണ് ഭയങ്കര ചൂടായിരിക്കും നമ്മൾ വീട് വന്ന് തുറക്കുമ്പോൾ. പക്ഷെ നമ്മൾ വരുന്നതിന് 1 മണിക്കൂർ മുന്നേ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ റൂം ഒന്ന് AC ആകണം, കൂൾ ആകണം എന്ന് വെച്ചാൽ അത് നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോൺ ആപ്പ് ഉപയോഗിച്ച് ഓട്ടോമാറ്റിക്കലി നമ്മൾ വരുന്നതിന് അരമണിക്കൂർ മുന്നേ ഇതെല്ലാം തെളിച്ചിടാൻ പറ്റുന്നുള്ളൂ. യു ക്യാൻ കോൺഫർ ദി ബെഡ്റൂം AC വിത്ത് യുവർ ഗീസർ ടൈംസ്. സോ വൺസ് യു ക്യാൻ സ്റ്റെപ്പ് ഔട്ട് ഫ്രം യുവർ ബാത്ത് ദി റൂംസ് ഇസ് റെഡി ഫോർ യു. അതായത് അത് ഗീസറിന്റെ ടൈമിങ്സും ഒക്കെ നമുക്ക് അങ്ങനെ, അതായത് ഹീറ്ററിന്റെ ടൈമിങ്സും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നുള്ളത് യു ക്യാൻ സെറ്റ് ദി ACs ടു ഫങ്ഷൻ ബേസ്ഡ് ഓൺ ദി റൂം ടെമ്പറേച്ചർ വൈൽ യു ക്യാൻ സ്ലീപ്പ് അറ്റ് നൈറ്റ്. സോ യു ആർ നൈദർ കോൾഡ് നോർ ഹോട്ട്
ആൻഡ് ഗെറ്റ് എ ഗുഡ് നൈറ്റ് സ്ലീപ്പ്. അതായത് നമ്മളിപ്പോ ഉറങ്ങാൻ കിടന്നു കഴിയുമ്പോൾ നമ്മുടെ AC ഒക്കെ ഇട്ട് കിടക്കുന്നെങ്കിൽ എന്തായിരിക്കും, നമ്മൾ നല്ല നിദ്രയിലായി കഴിയുമ്പം ടെമ്പറേച്ചർ കുറച്ച് അല്ലെ, അന്നേരം ഈ AC അങ്ങ് ഓൺ ആയി കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് കുറെ സമയം 2 മണിക്കൂർ ഭയങ്കരമായിട്ട് കൂളിംഗ് ആകത്തില്ല. അപ്പൊ നമുക്ക് കൂളിംഗ് വരാൻ നമ്മൾ എഴുന്നേക്കേണ്ട കാര്യമൊന്നുമില്ല. അതും ഈ സ്മാർട്ട് നമ്മളുടെ ബോഡി ടെമ്പറേച്ചറിനനുസരിച്ച് അത് കൺട്രോൾ ചെയ്യുന്നു. പിന്നെ സ്മാർട്ട് ഡോർസ് ആർ സേഫ്റ്റി ആയിരിക്കണം അല്ലെ. വി ക്യാൻ സേഫ്ലി അസ്യൂം ദി ഡോർസ് ഓഫ് അവർ ഫ്യൂച്ചർ വിൽ നോട്ട് നീഡ് കീസ്. കീ ഇല്ലാതെ ലോക്ക് ചെയ്യാന്നുള്ളത് നമുക്കിപ്പോ എല്ലാവർക്കും അറിയാം. ഡിജിറ്റൽ ലോക്സ് ആർ സേഫ് ആൻഡ് ക്യാൻ ബി സെറ്റ് ഇനിഷ്യേറ്റ് എ പ്രസൻസ് ഓഫ് അതർ ഡിവൈസസ് ഇൻ യുവർ ഹോം. For instance, a door open, you can customize sequence of actions like light switching on, inside door unlocked, and music or ACs are turned on. ഇതെല്ലാം നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റും, അതായത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും എങ്ങനെയൊക്കെ ആക്ഷൻസ് വേണം എന്നുള്ളത്. ചിലപ്പോൾ തമ്പ് കൊണ്ട് കൊടുത്താൽ മതിയായിരിക്കും, ഓട്ടോമാറ്റിക് ഫ്രണ്ട് ഡോർ ഓൺ ആകും. ഇത് എൻട്രി ഡോർ ഡിജിറ്റൽ ലോക്ക് ക്യാൻ ഐഡന്റിഫൈ വെൻ ഓപ്പൺ ഡോർ opened the door well with a custom entry assigned for each individual. You can know when your kid, your hubby or your maid reached home through notifications on your smartphone. അതായത് നമ്മൾ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ എല്ലാം ലോക്ക് ചെയ്ത് ഇതായിട്ട് പോയി. അപ്പം നമ്മുടെ ഓഫീസിലാണെങ്കിൽ നമ്മുടെ വീട്ടിൽ കുട്ടികളോ അല്ലെ നമ്മുടെ പാർട്ട്ണറോ വന്നിട്ടുണ്ടെങ്കിൽ അവർ തുറന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുന്നില്ല. അതായത് ഇതെല്ലാം ആപ്പുമായിട്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ കണക്റ്റഡ് ആയിരിക്കണം എന്നാ അല്ലെ. സ്മാർട്ട് ഫോൺ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാവരും കണക്ട് ചെയ്ത് വെക്കൂല്ലോ. അപ്പൊ അത്രയും എന്താന്നാ പറയുന്നത്, സ്മാർട്ട് ഹോമിനെ കുറിച്ച് പറയുന്നത്. സ്മാർട്ട് ലൈറ്റനിങ്, സ്മാർട്ട് കിച്ചൺ, സ്മാർട്ട് ഡോറ്, പിന്നെ സ്മാർട്ട് ബാത്റൂം, സ്മാർട്ട് ഗാർഡൻ എക്സെട്ര. ദെൻ ആപ്ലിക്കേഷൻസ് ഓഫ് IoT ഇൻ അഗ്രികൾച്ചർ മേഖലയിൽ എങ്ങനെയായിരിക്കും IoTയുടെ ആപ്ലിക്കേഷൻസ്? നമ്മൾ ആദ്യമേ കുറെ യൂസ് കേസുകൾ പറഞ്ഞു. യൂസ് കേസ് കൂടാതെ നമുക്കിനി എന്തൊക്കെയായിരിക്കും അഗ്രികൾച്ചർ മേഖലയിൽ വരുന്ന ആപ്ലിക്കേഷൻസ് നോക്കാം. അതായത് ഫസ്റ്റ് വൺ പറയുന്നത് എന്തായിരിക്കും? സ്മാർട്ട് ഫാമിംഗ് ആയിരിക്കും. എന്താ ഫാമിംഗ് എന്ന് പറഞ്ഞാല്? ഫാർമർ എല്ലാവർക്കും അറിയാം. അപ്പൊ സ്മാർട്ട് ഫാമിങ്ങിനെ കുറിച്ച് നമുക്ക് ഐഡിയ ഉണ്ട് അല്ലേ? മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, മണ്ണില് മോയിസ്ചറൈസർ ഉണ്ടോ, ഈ നനവുള്ള മണ്ണാണോ എന്ന് പോലും ഇപ്പൊ ഐഡന്റിഫൈ ചെയ്യുന്നത് IoT ഡിവൈസസ് യൂസ് ചെയ്താൽ നമുക്കിപ്പോ അറിയാം. Smart farming is a high-tech and effective system of doing agriculture and growing food in a sustainable way. അതായത് അഗ്രികൾച്ചർ മേഖലയിലും അതുപോലെ ഫുഡ് മേഖലയിലും ഒരു എഫക്റ്റീവ് ഹൈടെക് ആയിട്ടൊരു കാര്യമാണ് ഇപ്പൊ എന്ന് പറയുന്നത് സ്മാർട്ട് ഫാമിംഗ് എന്ന് പറയുന്നത്. ഇത് an application of implementing connected devices and innovative technologies together into agriculture. Smart farming majorly depends on IoT, thus eliminating the need of physical work of farmers and growing and thus increasing the productivity in every possible manner. അതായത് നമ്മളിപ്പോ സാധാരണ കർഷകരുടെ ആ ഒരു അവസരം കുറച്ചുകൊണ്ട് അവരെ അങ്ങ് എലിമിനേറ്റ് ചെയ്ത് വിടുക, എന്നിട്ട് ഇതെല്ലാം സ്മാർട്ട് ആക്കി വെക്കുക, ഡിവൈസസുകൾ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അല്ലെ സ്മാർട്ട് ഫാമിംഗ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം വിത്ത് ദ റീസെന്റ് അഗ്രികൾച്ചർ ട്രെൻഡ് ഡിപ്പെൻഡ് ഓൺ അഗ്രികൾച്ചർ, IoT ഹാസ് ബ്രോട്ട് ഹ്യൂജ് ബെനിഫിറ്റ്സ് ലൈക്ക് എഫിഷ്യന്റ് യൂസ് ഓഫ് വാട്ടർ, ഒപ്റ്റിമൈസേഷൻ ഓഫ് ഇൻപുട്സ് ആൻഡ് മെനി മോർ അല്ലെ. അപ്പൊ നമ്മൾ അതൊക്കെ അന്നേരം വാട്ടറൊക്കെ ആവശ്യത്തിന് ഉപയോഗിച്ച് ഒപ്റ്റിമൈസ് ചെയ്ത് വേണം ഇതൊക്കെ ചെയ്യാനാണ് പറയുന്നത്. IoT based smart farming improves the entire agriculture system to monitoring the field in real time. അതായത് റിയൽ ടൈമിൽ ഫാമിങ്ങും അഗ്രികൾച്ചർ സിസ്റ്റവും എല്ലാം നമുക്ക് റിയൽ ടൈമിൽ മോണിറ്റർ ചെയ്യാൻ പറ്റും IoT ബേസ്ഡ് ഡിവൈസസുകൾ ഉണ്ടെങ്കിൽ. ഫോളോയിങ് സം ഓഫ് ദി ബെനിഫിറ്റ്സ് ഓഫ് അഡോപ്റ്റിംഗ് IoT ഇൻ അഗ്രികൾച്ചർ. എന്തൊക്കെ ബെനിഫിറ്റ്സുകൾ വരാം? റിയൽ ടൈം വെതർ കണ്ടീഷൻ, അതായത് നമുക്ക് പണ്ടാണ് കർഷകര് പ്രായമായ ആൾക്കാര് അന്തരീക്ഷത്തിലോട്ട് നോക്കി മഴയ്ക്ക് കാരുണ്ടോ, മഴ പെയ്യുവോ, അല്ലെങ്കിൽ ഇതിപ്പം ഇങ്ങനെ ഒരു വേനൽമഴ വരുവോ, അത് പണ്ടൊന്നും വേനൽമഴയൊന്നും ഇല്ലായിരുന്നു അല്ലെ, അതിന്റെ വേനൽമഴ അല്ലെങ്കിൽ ഇന്ന മാസങ്ങളാണ് മഴ കൂടുതൽ വരുന്നത്,
ഇന്ന മാസങ്ങളിൽ മഴ കുറവായിരിക്കും എന്നൊക്കെ പണ്ടുള്ള ആൾക്കാർക്ക് നല്ലോണം അറിയാം. പക്ഷെ ഇന്നിപ്പോ അതല്ല, നമ്മളെല്ലാം ഡിവൈസസുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ക്ലൈമറ്റ് പ്ലേസ് എ വെരി ക്രിട്ടിക്കൽ റോൾ ഫോർ ഫാമിംഗ്. കാലാവസ്ഥ ഫാമിങ്ങിന്റെ ഏറ്റവും വലിയൊരു കാര്യമാണ്. ആൻഡ് ഹാവിംഗ് ഇംപ്രോപ്പർ നോളജ് അബൌട്ട് ക്ലൈമറ്റ് ഹെവിലി ഡിറ്റീരിയേറ്റ്സ് ദി ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ദി ക്രോപ്പ് പ്രൊഡക്ഷൻ. അതായത് നമുക്ക് അതിനെക്കുറിച്ച് വിവരം ഇല്ലെങ്കിൽ, ഫാർമറിന് വിവരം ഇല്ലെങ്കിൽ നമ്മളുടെ ക്രോപ്പ് പ്രൊഡക്ഷൻ, നമ്മളുടെ ഈ ക്രോപ്സ് എല്ലാം, അതായത് നമ്മളുടെ ഉൽപ്പന്നിക്കേണ്ട വിത്തുകളുടെ എല്ലാം ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എല്ലാം നമുക്ക് അതിനെക്കുറിച്ച് ഒരു ബോധം വേണമല്ലോ. But IoT solutions enable you to know real-time weather conditions. IoT ഡിവൈസസുകളാണെങ്കിൽ ആ തത്സമയം തന്നെ വെതർ കണ്ടീഷൻസ് പറയും. സെൻസേഴ്സ് ആർ പ്ലേസ്ഡ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദി അഗ്രികൾച്ചർ ഫീൽഡ്. അതായത് ഈ ഫീൽഡുകളിൽ, പാടങ്ങളിലോ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിലോ എല്ലാം സെൻസേഴ്സ് പ്ലേസ് ചെയ്യും. ദേ കളക്ട് ഡേറ്റ ഫ്രം എൻവയോൺമെന്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു ചൂസ് ദി റൈറ്റ് ക്രോപ്സ്. വിളവെടുപ്പ് ആകാറായോ, അല്ലെ അത് വളരാൻ തുടങ്ങിയോ, അത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ, ക്ലൈമാറ്റിക് കണ്ടീഷൻസ് എല്ലാം എന്തായിരിക്കും എൻവയോൺമെന്റിൽ നിന്നും ഈ സെൻസറുകൾ അത് ക്യാപ്ചർ ചെയ്തെടുക്കും. നെക്സ്റ്റ്, പ്രിസിഷൻ ഫാമിംഗ്. Precision farming is one of the most famous applications in IoT agriculture. It makes the farming practices more precise and controlled by realizing smart farming applications such as livestock monitoring, vehicle tracking, field observation and inventory monitoring. അതായിരിക്കും പ്രിസിഷൻ ഫാമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് ലൈവ്സ്റ്റോക്ക് മോണിറ്ററിംഗ്, അതായത് കന്നുകാലികളെയൊക്കെ നിരീക്ഷിക്കുക. പിന്നെ വെഹിക്കിൾ ട്രാക്കിംഗ്, വണ്ടികളുടേത്. അതുപോലെ ആ ഫീൽഡ് പാടമൊക്കെ ഒബ്സർവ് ചെയ്യുക, ഇൻവെന്ററി ഒക്കെ മോണിറ്റർ ചെയ്യുക, അതൊക്കെ പ്രിസിഷൻ ഫാമിംഗിൽ വരും. The goal of precision farming is to analyze data generated via sensors to react accordingly. The precision farming goal എന്ന് പറഞ്ഞാൽ ഡേറ്റ അനലൈസ് ചെയ്ത് അത് അനലൈസ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും, സെൻസറുകൾ അനലൈസ് ചെയ്യുക. Precision farming helps farmers to generate data with the help of sensors and analyze that information to take intelligent and quick decision. There are numerous precision farming techniques like irrigation management, livestock management, vehicle tracking, etc. പലതരത്തിലുള്ള പ്രിസിഷൻ ഫാമിംഗ് ടെക്നിക്സുകൾ ഉണ്ട് എന്നുള്ളത് നോക്കാം. നെക്സ്റ്റ്, സ്മാർട്ട് ഗ്രീൻ ഹൗസ് അല്ലേ. സ്മാർട്ട് ഗ്രീൻ ഹൗസ്, അതായത് ടു മോണിറ്റർ ആൻഡ് കൺട്രോൾ ദി എൻവയോൺമെന്റ് ഓഫ് എ ഗ്രീൻ ഹൗസ്. അതാണ് സ്മാർട്ട് ഗ്രീൻ ഹൗസ് കൊണ്ട് ഉദ്ദേശിക്കാം. മോണിറ്റർ ആൻഡ് കൺട്രോൾ ദി എൻവയോൺമെന്റ് ഓഫ് എ ഗ്രീൻ ഹൗസ്. അതായത് ഫോർ എക്സാമ്പിൾ, യൂസിങ് solar powered IoT sensors build modern and inexpensive greenhouse. These sensors collect and transmit the real-time data which helps in monitoring the greenhouse state very precisely in real time. Real time ഏതായിരിക്കും ഈ സെൻസറുകൾ, അതായത് സോളാർ പവർ IoT സെൻസറുകൾ ആയിരിക്കും ഗ്രീൻ ഹൗസിൽ വെച്ചിരിക്കുന്നത്. അത് വെച്ചുകൊണ്ട് റിയൽ ടൈമിൽ മോണിറ്റർ ചെയ്തെടുക്കുന്നു. അതായത് വാട്ടർ കൺസപ്ഷനും ഗ്രീൻ ഹൗസിന്റെ സ്റ്റേറ്റും ഒന്നെങ്കിൽ മെയിൽ വഴി അല്ലെ SMS വഴി അലേർട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കും. പിന്നെ യൂസ് ഓഫ് ഡ്രോൺ അല്ലെ. ഇന്ന് ഡ്രോണിന്റെ നമുക്ക് നല്ലോണം അറിയാം. നമ്മളിത് പ്രോഗ്രാം ഒക്കെ വെക്കുമ്പോൾ അറിയാം ഡ്രോൺ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എല്ലാവർക്കും അറിയാം. അത് ദി ഗ്രൗണ്ട് ആൻഡ് ഏരിയൽ ഡ്രോൺസ് ആർ യൂസ്ഡ് ഫോർ അസസ്മെന്റ് ഓഫ് ക്രോപ്പ് ഹെൽത്ത്, ക്രോപ്പ് മോണിറ്ററിംഗ്, പ്ലാന്റിംഗ്, ക്രോപ്പ് സ്പ്രേയിങ് ആൻഡ് ഫീൽഡ് അനലൈസിസ്. അതായത് ഗ്രൗണ്ട് അല്ലെ അങ്ങനെയുള്ളത് കൊണ്ട് ഏരിയൽ ഡ്രോണും ഉണ്ട്. ഏരിയൽ ഡ്രോൺ നമ്മളിപ്പോ ഒരു ബിൽഡിംഗ് പാർട്ടിക്കൊക്കെ പോകുമ്പോൾ നമുക്കറിയാം ഡ്രോൺസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു അല്ലെ. അപ്പൊ അത് ഗ്രൗണ്ടിന്റെ ഉണ്ട്. എന്തിനായിരിക്കും? ഇപ്പൊ ക്രോപ്പ് മോണിറ്റർ ചെയ്യാന് അല്ലെ, വിളവെടുപ്പായി അല്ലെ എത്രമാത്രം ആയി, ക്രോപ്പിന്റെ ഹെൽത്ത് നോക്കാന്, അല്ലെങ്കിൽ പ്ലാന്റിന്റെ ഫീൽഡിന്റെ അനലൈസ് ചെയ്യാനത് യൂസ് ചെയ്യാം. Drones with thermal or multi-spectral sensors identify the area that require changes in irrigation. Next, data analytics. Data analytics എന്ന് പറയുമ്പോൾ അത് ഡേറ്റ അനലൈസ് ചെയ്യുക. അതായത് ക്ലൗഡ് ബേസ്ഡ് ഡാറ്റ സ്റ്റോറേജ് ആൻഡ് end-to-end IoT platform plays an important role in the smart agriculture system. In this world, IoT sensors are the primary sequence of collecting data on a large scale. Data is analyzed and transferred to meaningful information for analytical tools അനലൈസ് ചെയ്യുക. അപ്പൊ അത്രയായിരിക്കും എന്ത് അഗ്രികൾച്ചർ മേഖലകളിൽ IoTയുടെ ആപ്ലിക്കേഷൻസ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 12.5 സ്മാർട്ട് ട്രാൻസ്പോർട്ടേഷൻ. എങ്ങനെയാണ് സ്മാർട്ട് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്? അപ്പൊ നമുക്ക് ഗൂഗിൾ മാപ്പ് തന്നെ ഒരു എക്സാമ്പിൾ, GPS അല്ലെ, ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അങ്ങനെ പോകുന്നു. അതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതാണ് ഇവിടെ ജസ്റ്റ് ഒന്ന് എടുത്തു പറയുന്നത്. അതായത് secure transport in urban areas, notably in ticketing, security, surveillance and telemetry system. അതായത് GPS-ഉം
സെൻസറും യൂസ് ചെയ്ത് വെഹിക്കിൾസും ട്രക്കുകളും മോണിറ്റർ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പറ്റിയ സിസ്റ്റമാണ് എന്ത് സ്മാർട്ട് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി എഫിഷ്യന്റ് ട്രാഫിക് മാനേജ്മെന്റ്, ട്രാഫിക്കിനെ നല്ലോണം മാനേജ് ചെയ്യുക. Traffic management is the biggest segment when the transportation industry or adoption of IoT technologies. അതായത് നമ്മൾ എല്ലായിടത്തും എന്തായിരിക്കും CCTV ക്യാമറകളൊക്കെ വെച്ചുകൊണ്ട് CCTV വെച്ചുകൊണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ട്രാഫിക്കിനെ നമുക്ക് എങ്ങനെയാണ് പോകുന്നത്. സ്മാർട്ട് പാർക്കിംഗ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ട്രാഫിക് ലൈറ്റ് സിസ്റ്റം, സ്മാർട്ട് ആക്സിഡന്റ് അസിസ്റ്റൻസ് ആർ ഫ്യൂ ആപ്ലിക്കേഷൻസ് ഓഫ് IoT that help in traffic and patrolling officers in managing the traffic efficiently and reducing risk of accident. ഇപ്പം ഇങ്ങനെ ക്യാമറയൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക് പാർക്കിംഗ് കൊടുത്ത് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ട്രാഫിക് ലൈറ്റ് സിസ്റ്റം ഒക്കെ അപ്ലൈ ചെയ്താൽ എഫിഷ്യന്റ്ലി നമുക്ക് ട്രാഫിക് മാനേജ് ചെയ്യാൻ പറ്റും. അതായത് ആക്സിഡന്റുകളുടെ എണ്ണമൊക്കെ കുറയ്ക്കാൻ പറ്റും. പിന്നെ ഓട്ടോമാറ്റിക് ടോൾ ആൻഡ് ടിക്കറ്റിംഗ്, അത് നമ്മൾ ഇന്നലെ പറയാം ഇന്നലെ അല്ല കഴിഞ്ഞ ക്ലാസ്സിൽ പറയാം RFID ടാഗുകളൊക്കെ യൂസ് ചെയ്ത് ഇപ്പൊ ടോളോ കൊടുക്കുന്ന ലോറിയൊക്കെ ബസ് അങ്ങനെ പോകുമ്പോൾ ടോൾ കൊടുക്കാറില്ലേ, അതുപോലും എന്തായിരിക്കും വെഹിക്കിൾ കയറുമ്പോൾ സ്കാൻ ചെയ്തെടുക്കുകയല്ലേ ചെയ്യുന്നുള്ളൂ. അതൊക്കെ ഓട്ടോമാറ്റിക് ടോളും ടിക്കറ്റിംഗും ആയിരിക്കും. പണ്ട് അങ്ങനെയാണോ? അല്ലല്ലോ. അതായത് ട്രഡീഷണൽ ടോളിംഗ് ആൻഡ് ടിക്കറ്റിംഗ് സിസ്റ്റംസ് ആർ നോട്ട് ഓൺലി ബിക്കം അപ്ഡേറ്റഡ് but they are also not proving the effective for assistance in current deployed vehicles on the road. ഔട്ട്ഡേറ്റ് ഇപ്പോഴും നടക്കുന്നവരും കാണും കേട്ടോ ട്രഡീഷണൽ ടോളിംഗ് ഒക്കെ. അല്ലെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ദൂരോട്ട് നമ്മൾ പോകുമ്പോ ഒക്കെ അറിയാം ടോൾ കൊടുത്ത് പോകുന്ന വണ്ടി കയറുമ്പോൾ അത് കാരണം എന്നുണ്ടെങ്കിൽ സ്കാൻ ചെയ്താ വിടുന്നത്. സ്കാൻ ചെയ്യുമ്പോൾ അവരുടെ സിസ്റ്റത്തിൽ ഏതോ നമ്മളതായത് ഫ്ലാഷ് ടാഗും ഒക്കെ ഫ്ലാഷ് ഒക്കെ അല്ലെ ഫ്ലാഗ് ഒക്കെ ചെയ്തില്ലേ, അതൊക്കെ ഇടയ്ക്കൊക്കെ ഫ്ലാഷ് ടാഗ് ഒക്കെ ഇടയ്ക്ക് നമ്മൾ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കണ്ടേ. നമുക്ക് ദൂരയാത്രയൊക്കെ പോകുന്നതിന് മാത്രം അല്ലാതെ നമ്മളത് റീചാർജ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് അതിനകത്ത് നിന്ന് ഇങ്ങനെ പോകുമ്പോൾ പൈസ അടയ്ക്കാതെ ഒക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാം. അതുപോലെ RFID ടാഗുകൾ and other smart sensors managing toll and ticketing, which is how much easier to traffic police officers. പിന്നെ സെൽഫ് ഡ്രൈവിംഗ് കാർ നമ്മുടെ കേരളത്തിൽ വന്നില്ലെങ്കിൽ സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ അതിനൊരു വലിയ, അതായത് സെൽഫ് ഡ്രൈവിംഗ് കാർസ് or autonomous vehicles are the coolest things that have been introduced in transportation industry. In the past decades, the concept of self-driving cars was just like a dream. പണ്ടാണ് അത് ഡ്രീം എന്ന് വേണേൽ പറയാം നമുക്ക് ഇന്നെന്ന് പറഞ്ഞാൽ, ബട്ട് ദിസ് ക്യാൻ ബി ടേൺ ഓൺ ഇന്നോവേറ്റീവ് റിയാലിറ്റി വിത്ത് സപ്പോർട്ട് ഓഫ് IoT ടെക്നോളജീസ് പറഞ്ഞപ്പോൾ ഇന്ന് ഇത് നിലവിൽ വന്നതെന്നാണ് പറയുന്നത്. സെൽഫ് ഡ്രൈവിംഗ് കാർസ് ആർ കേപ്പബിൾ ഓഫ് മൂവിംഗ് സേഫ്റ്റി ബൈ സെൻസിംഗ് ദി എൻവയോൺമെന്റ് വിത്ത് ലിറ്റിൽ ഓർ നോ ഹ്യൂമൻ ഇന്ററാക്ഷൻ. മനുഷ്യന്റെ യാതൊരു ഇടപെടലും ഇല്ലാതെ സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ IoT ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഹൗവർ to gather data about surrounding self-driving cars use a wide range of sensors. ഇതിനകത്ത് ഫുള്ള് സെൻസറുകളായിരിക്കും. നമ്മളിപ്പം ഹ്യൂമൻ ബീങ് ഇരിക്കുവാണെങ്കിൽ നമ്മളുടെ കണ്ണ് തുറന്ന് നമ്മൾ ഇരിക്കുന്ന അല്ലെ എത്രമാത്രം ശ്രദ്ധിച്ചായിരിക്കും ഡ്രൈവിംഗ് ചെയ്യുന്നവര് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ഓപ്പോസിറ്റ് വരുന്ന നോക്കണം, സൈഡിൽ ഓവർടേക്ക് ചെയ്ത് നോക്കണം, മനുഷ്യർ നടന്നു പോകുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മുടെ ഒരു കണ്ണ് തെറ്റിയാൽ എല്ലാം പോയി. പക്ഷെ ഇനിയിപ്പോ അതെന്താണ് പറയുന്നത്, അപ്പം നമ്മുടെ കണ്ണൊരു സെൻസറാന്ന് നമുക്ക് പറയാം അല്ലേ. എന്ന് പറഞ്ഞാല് അതുപോലുള്ള സെൻസറുകളായിരിക്കും ഈ സെൽഫ് ഡ്രൈവിംഗ് കാറുകളിൽ വെച്ചിരിക്കുന്നത്. ഏതൊക്കെ സെൻസറുകൾ യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് വേണേൽ നോക്കാം. അക്വസ്റ്റിക് സെൻസർ, അൾട്രാസോണിക് സെൻസർ, റഡാർ, LIDAR ലൈറ്റ് ഡിറ്റക്ഷൻ റേഞ്ചിങ്, പിന്നെ ക്യാമറ ആൻഡ് GPS സെൻസേഴ്സ് to have information about the surroundings and to take data driven decision about mobility accordingly. പെട്ടെന്ന് തന്നെ ഡിസിഷൻസ് എടുക്കാൻ പറ്റിയ ഇങ്ങനെയുള്ള സെൻസറുകളെല്ലാം യൂസ് ചെയ്താണ് സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ അഡ്വാൻസ്ഡ് വെഹിക്കിൾ ട്രാക്കിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ മോണിറ്ററിംഗ്. വെഹിക്കിൾസിനെ ട്രാക്ക് ചെയ്യുന്നത് നമ്മളിപ്പോ ഈവൻ നമ്മളതും ചെയ്ത് നോക്കിയിട്ടില്ലേ, നമ്മളൊരു സിനിമ കാണുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ട്രാക്ക് ചെയ്യുന്നതൊക്കെ ഐഡിയ കിട്ടാറില്ലേ. അതായത് with the help of GPS trackers, transportation companies have smooth access to real-time locations, facts and figures about the vehicle. അല്ല GPS ലൊക്കേഷൻ നോക്കിക്കൊണ്ട് നമുക്ക് ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റംസ് ഉപയോഗിക്കൊണ്ട് റിയൽ ടൈം ആയിട്ട് ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിളിന്റെ ട്രാക്കിങ്ങും ട്രാൻസ്പോർട്ടേഷനും മോണിറ്റർ ചെയ്യാൻ പറ്റും. എൻഹാൻസ് സെക്യൂരിറ്റി ഇൻ ദി പബ്ലിക് ട്രാൻസ്പോർട്ട്. അതായത് സിറ്റിസൺസിന് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പലരും യൂസ് ചെയ്യാത്ത സെക്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പൊ സെക്യൂരിറ്റി കൊടുക്കണം എന്ന് പറയുന്നത്. ദിസ് ഇൻക്ലൂഡ് അഡ്വാൻസ്ഡ് വെഹിക്കിൾ ലോജിസ്റ്റിക് സൊല്യൂഷൻ, പാസഞ്ചർ ഇൻഫോർമേഷൻ സിസ്റ്റം, ഓട്ടോമാറ്റഡ് ഫെയർ കളക്ഷൻ ആൻഡ് ഇന്റഗ്രേറ്റഡ് ടിക്കറ്റിംഗ്. ഇതെല്ലാം സക്സസ് ആക്കി നടത്തും ഇവിടെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ. ദീസ് സൊല്യൂഷൻസ് ഹെൽപ് ദി മാനേജിംഗ് പബ്ലിക് ട്രാൻസ്പോർട്ട് ആൻഡ് ബിക്കം പോസിബിൾ വിത്ത് IoT. റിയൽ ടൈം മാനേജ്മെന്റ് അല്ല ഇതെല്ലാം
ഈ സെക്യൂരിറ്റികളെല്ലാം ഓട്ടോമാറ്റഡ് ഫെയർ കളക്ഷനോ പാസഞ്ചർ ഇൻഫോർമേഷൻ സിസ്റ്റംസ് അതെല്ലാം എന്തായിരിക്കണം, ഹൈലി സെക്യൂർ ആയിരിക്കണം. അത് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് അപ്പൊ അതും കഴിഞ്ഞു. നെക്സ്റ്റ് സ്മാർട്ട് ഗ്രിഡ്. എന്താ സ്മാർട്ട് ഗ്രിഡ്? സ്മാർട്ട് ഗ്രിഡ് ടെക്നോളജി with help tackle with the growing demand on renewable power sources to be integrated into an existing grid. They enable the national and international vision of low carbon energy. അതായത് നമ്മൾ സ്മാർട്ട് ഗ്രിഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ട്രീറ്റ് ലൈറ്റിനിങ്, ട്രാൻസ്മിഷൻ ലൈൻസ്, സബ്സ്റ്റേഷൻസ്, കോജനറേഷൻ, ഔട്ടേജ് സെൻസേഴ്സ്, എയർലി ഡിറ്റക്ഷൻ, അതൊക്കെയാണ് സ്മാർട്ട് ഗ്രിഡ്. ഇപ്പൊ എയർലി ഡിറ്റക്ഷൻ പറഞ്ഞാൽ പവർ ഡിസ്റ്റർബൻസസ് ഡ്യൂ ടു എർത്ത് ക്വേക്സ് ആൻഡ് എക്സ്ട്രീം വെതർ, കാലാവസ്ഥാ വ്യതിയാനം വരുമ്പോൾ അല്ലെ ഭൂമികുലുക്കം ഒക്കെ വരുമ്പോൾ അതൊക്കെ ഡിറ്റക്ട് ചെയ്യുക. പിന്നെ സ്മാർട്ട് മീറ്ററുകൾ, ഡാറ്റാ സെന്ററുകൾ, ട്രാൻസ്ഫോമർ, സെൻസറുകൾ, ഇങ്ങനെയൊക്കെ ഉള്ളത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്മാർട്ട് ഗ്രിഡ് എന്നുള്ള കൺസെപ്റ്റ് ആയി മാറും. അവിടെ നമുക്ക് നോക്കാം കീ ഫീച്ചേഴ്സ് ഓഫ് സ്മാർട്ട് ഗ്രിഡ്. അതിന്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ലോഡ് ഹാൻഡ്ലിംഗ്, ഡിമാൻഡ് റെസ്പോൺസ് സപ്പോർട്ട്, ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ ജനറേഷൻ. അത് മൂന്നുമാണ് ഏത് കീ ഫീച്ചേഴ്സ് ഓഫ് സ്മാർട്ട് ഗ്രിഡ്. സ്മാർട്ട് ഗ്രിഡിന്റെ 3 ഫീച്ചേഴ്സ് പറയുന്നത്. അതായത് ലോഡ് ഹാൻഡ്ലിംഗ്. സ്മാർട്ട് ഗ്രിഡ്സ് ക്യാൻ ഹാവ് അഡ്വൈസ് കസ്റ്റമേഴ്സ് ടു ചേഞ്ച് ദർ യൂസേജ് പാറ്റേൺസ് ഡ്യൂറിംഗ് ടൈംസ് ഇൻ ഹെവി ലോഡ്. ഹെവി ലോഡ് വരുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യുക. അതുപോലെ ഡിമാൻഡ് റെസ്പോൺസ് സപ്പോർട്ട്. Smart grids can help customers to reduce their electricity bills by advising them to use devices with a low priority when electrical rates are lower. With the help of in real-time analysis of electrical usage and charge. അതായത് ഇലക്ട്രിക്കൽ യൂസേജ് നമ്മൾ ഇങ്ങനെ ഇലക്ട്രിസിറ്റി ഒക്കെ യൂസ് ചെയ്യുന്നതൊക്കെ സ്മാർട്ട് ഗ്രിഡ് അതൊക്കെ നമ്മൾ കുറച്ച് യൂസ് ചെയ്യുക, റിയൽ ടൈം അനലൈസിസ് ചെയ്ത് വെക്കുക എന്നുള്ളത്. പിന്നെ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ ജനറേഷൻ. അത് മൂന്നുമാണ് കീ ഫീച്ചേഴ്സ് പറയുന്നത് സ്മാർട്ട് ഗ്രിഡിന്റെ. പിന്നെ ബെനിഫിറ്റ്സ് ഓഫ് സ്മാർട്ട് ഗ്രിഡ് എന്ന് പറഞ്ഞാൽ ഡിറ്റക്ട് എനർജി സ്പൈക്സ് ആൻഡ് എക്യുപ്മെന്റ് ഫെയിലർ, പ്രിവെന്റ് പവർ ഔട്ടേജസ്, റൂട്ട് പവർ ഓഫ് ദോസ് ഇൻ നീഡ് മോർ ക്വിക്കലി. അതായത് എക്യുപ്മെന്റ് ഫെയിലർ ആയാലോ, എനർജി സ്പൈക്സ് വന്നാലോ, പ്രിവെന്റ് പവർ ഔട്ടേജ് വന്നാലോ ഒക്കെ എന്തായിരിക്കും അത് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. ഇത് സ്മാർട്ട് ഗ്രിഡുകൾ അത് പ്രിവെന്റ് ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. സ്മാർട്ടർ എനർജി യൂസ്, ക്ലീൻ എനർജി യൂസ്, ലോവർ കോസ്റ്റ്, അതൊക്കെ എന്താണ് സ്മാർട്ട് ടെക്നോളജിയുടെ ഭാഗമായിട്ട് വരുന്ന ബെനിഫിറ്റ്സ്. അതായത് സ്മാർട്ടർ എനർജി യൂസ്, അതായത് മോണിറ്റർ യൂസേജ് അക്രോസ് വേരിയസ് ഏരിയാസ്, ഇമ്മീഡിയറ്റ്ലി അഡാപ്റ്റ് ടു സെറ്റിംഗ്സ് ലൈക്ക് റെയിൻ ആൻഡ് ഫോഗ്, അഡ്ജസ്റ്റ് ഔട്ട്പുട്ട് ടു മീറ്റ് ദി ടൈം ഓഫ് ഡിലേ ഓർ ട്രാഫിക് കണ്ടീഷൻ, ഡിറ്റക്ട് ആൻഡ് അഡ്രസ് ലൈറ്റനിങ് ഔട്ട് സ്റ്റേജ് ഇൻസ്റ്റന്റ്ലി. ഇതൊക്കെ റിഡ്യൂസ് ദി എനർജി കൺസപ്ഷൻ വരാം. സ്മാർട്ട് ഗ്രിഡ് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് എനർജി കൺസപ്ഷൻ കുറയ്ക്കാന്നുള്ള പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അതുപോലെ ക്ലീനർ എനർജി, സോളാർ സെല്ലും മൈക്രോഗ്രിഡ് ടെക്നോളജീസും ഒക്കെ വരുമ്പോൾ നമുക്ക് ക്ലീനർ എനർജി യൂസ് ചെയ്യാം, ലോവർ കോസ്റ്റ്. പിന്നെ ഇംപ്രൂവ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് പാർക്കിംഗ്, അതായത് അത് കൂട്ടുക. സ്മാർട്ട് ഗ്രിഡുകൾ വരുമ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷനും പാർക്കിങ്ങും ഒക്കെ കൂട്ടുക. ഹെൽപ്പ് വിത്ത് വേസ്റ്റ് ആൻഡ് വാട്ടർ മാനേജ്മെന്റ്, എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. ഇതൊക്കെ തന്നെ നമുക്ക് മുന്നോട്ട് വരുമ്പോൾ അടുത്തതിലും പറയുന്നുണ്ട് കേട്ടോ, ഈ വാട്ടർ വേസ്റ്റ് മാനേജ്മെന്റ്. അപ്പൊ നമുക്ക് അവിടെ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ് കണക്റ്റഡ് വെഹിക്കിൾസ്. എന്തായിരിക്കും കണക്റ്റഡ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ? IoTയുടെ ഒരു മെയിൻ ആസ്പെക്ട് ആണ് കണക്റ്റഡ് വെഹിക്കിൾസ്. അത് ടെതേർഡ് കൊണ്ട് എംബഡഡ് കൊണ്ട് വെഹിക്കിൾ, ടെതേർഡും എംബഡഡ് വെഹിക്കിൾസും ഉണ്ട്. അതായത് കണക്റ്റഡ് കാർ. എങ്ങനെയാണ് കണക്റ്റഡ് കാർ വരുന്നത്? എനി കാർ വിച്ച് ക്യാൻ കണക്ട് ടു ദി ഇന്റർനെറ്റ് ഈസ് കോൾഡ് എ കണക്റ്റഡ് കാർ. അപ്പം ഏതെങ്കിലും ഒരു കാർ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനാണ് കണക്റ്റഡ് കാർ എന്ന് പറയുന്നത്. യൂഷ്വലി സച്ച് വെഹിക്കിൾസ് കണക്ട് ടു ദി ഇന്റർനെറ്റ് വിയ WLA, വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് വെച്ചായിരിക്കും ചെയ്തിരിക്കുന്നത്. എ കണക്റ്റഡ് വെഹിക്കിൾ also can share the internet with the devices inside and outside the car, and at the same time they also share data with any external devices or services. Connected vehicles can always access the internet to perform functions, download data when requested by the user. അങ്ങനെ നമുക്ക് എന്താണ് എങ്ങനെയാ കണക്റ്റഡ് കാർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കാറിനെയാണ് നമ്മൾ കണക്റ്റഡ് കാർ എന്ന് പറഞ്ഞത്.
വയർലെസ് ഏരിയ നെറ്റ്വർക്കുമായിട്ടായിരിക്കും കണക്ഷൻ പോസിബിൾ ആയിട്ട് വന്നിരിക്കുന്നത്. ഹൗ ഡസ് കണക്റ്റഡ് കാർ ടെക്നോളജി വർക്ക്? എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. Any vehicle with equipped with internet connectivity can be called a connected car. Currently, automobile companies use two kinds of systems in connected car. കമ്പനികൾ രണ്ട് തരത്തിലാണ് ഇതിനെ പറയുന്നത്, embedded and tethered system. An embedded vehicle will be equipped with a chipset and a built-in antenna. Embedded vehicles എങ്ങനെ കാണും? ഒരു ചിപ്സെറ്റും അതുപോലെ ഒരു built-in antenna കാണും. Tethered system will be equipped with the hardware that connects to the driver's smartphone. അതായത് tethered system ആണെങ്കിൽ ഹാർഡ്വെയർ ആയിരിക്കും that connect to the driver's സ്മാർട്ട്ഫോണുമായിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് കണക്റ്റഡ് വാഹനങ്ങൾ എംബഡഡ് എന്നത് ബിൽറ്റ് കണക്ഷനെ ആയിരിക്കും സൂചിപ്പിക്കുന്നത്. tethered എന്നത് കണക്ടിവിറ്റികൾക്കായിട്ട് ഒരു സ്മാർട്ട് ഫോണിലുള്ള ഒരു എക്സ്റ്റേണൽ ഡിവൈസിനെ ആശ്രയിക്കും എന്നുള്ളത്. ഫീച്ചേഴ്സ് ഓഫ് കണക്റ്റഡ് കാർ, അത് ഇന്റർനെറ്റ് കണക്ടിവിറ്റി കാർ ഉണ്ട്, ആപ്പ് ടു കാർ കണക്ടിവിറ്റി ഉണ്ട്, ജിയോ ഫെൻസിങ്, വെഹിക്കിൾ ടു വെഹിക്കിൾ കമ്മ്യൂണിക്കേഷൻ, എന്റർടൈൻമെന്റ്, റിമോട്ട് പാർക്കിംഗ്, സെക്യൂരിറ്റി. അത്രയാണ് ഇതിൽ പറയുന്നത് കണക്റ്റഡ് കാറിന്റെ ഫീച്ചേഴ്സ് പറയുന്നത്. ഫീച്ചേഴ്സ് ഫസ്റ്റ് നമുക്ക് നോക്കാം. ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഇൻ car. Internet connectivity in car. A connected car is always connected to the internet via embedded chipset or SIM card വെച്ചായിരിക്കും ചെയ്യുന്നത്. That is ഇന്റർനെറ്റും വേണമല്ലോ. Provided there is stable wireless network coverage, connected vehicles can also provide onboard Wi-Fi connectivity വേണം. Download over the air updates released by manufacturer and access other online apps and services. അപ്പൊ അതെല്ലാം എടുക്കാൻ പറ്റിയിരിക്കണം. അതായത് ഒരു ചിപ്പ് അതിനകത്ത് കാണും, സിം കാർഡും കാണും, ഇത് വെച്ചായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. App to car connectivity. Nowadays, car manufacturers provide a dedicated smartphone app that connects with the vehicle through a wireless network. App allows the users to remotely operate the functions of a car, such as locking or unlocking the door, opening sunroof, engine start-stop, climate controller, headlight on or off, honk the horn. The app will also help to locate the car via onboard GPS. App use ചെയ്തുകൊണ്ട് ഇതെല്ലാം നോക്കി ചെയ്യാന്ന്, ഡ്രൈവർക്ക് ഇതെല്ലാം ശ്രദ്ധിക്കാന്ന്. ലോക്ക് ചെയ്യാൻ പറ്റുമോ, അൺലോക്ക് ചെയ്യാൻ പറ്റുമോ, കാർ നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ നമുക്ക് ഡ്രൈവർക്ക് യൂസ് ചെയ്യാന്ന്. അതുപോലെ ഓപ്പണിങ് സൺറൂഫ്, അല്ലെ ചില കാറിന് ഇങ്ങനെ അത് മുകളിലോട്ട് തുറന്നു വെക്കത്തില്ലേ. പിന്നെ എഞ്ചിൻ സ്റ്റാർട്ടർ സ്റ്റോപ്പ്, അതുപോലെ ക്ലൈമറ്റ് കൺട്രോള്, ഹെഡ്ലൈറ്റ് ഓൺ ഓർ ഓഫ്, ഇതൊക്കെ അതിന് ഈവൻ ഹോങ്ക് ദി ഹോൺ പോലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ജിയോ ഫെൻസിങ് എന്ന് പറഞ്ഞാൽ ഇത് കണക്റ്റഡ് വെഹിക്കിൾസ് കം വിത്ത് ആൻ ഇമ്പോർട്ടന്റ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് നോൺ ആസ് ജിയോ ഫെൻസിങ് എന്ന് പറഞ്ഞാൽ ഒരു കണക്റ്റഡ് സെക്യൂരിറ്റിയെ, ഇമ്പോർട്ടന്റ് കണക്റ്റഡ് സെക്യൂരിറ്റിയെ പറയുന്നതാണ് ജിയോ ഫെൻസിങ് എന്നുള്ളത്. ഇമ്പോർട്ടന്റ് കണക്റ്റഡ് സെക്യൂരിറ്റി ആണ് ജിയോ ഫെൻസിങ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ക്രിയേറ്റ്സ് എ ജിയോഗ്രാഫിക്കൽ ബൗണ്ടറി ഓൺ ദി മാപ്പ് ആൻഡ് അലേർട്ട് ദി ഓണർ ഇഫ് ദി വെഹിക്കിൾ ഇസ് ട്രാവൽ ബിയോണ്ട് സെറ്റ് ബൗണ്ടറി. ഇത് ജിയോ ഫെൻസിങ് ക്യാൻ ബി സെറ്റ് via smartphone app, and this feature will be extremely useful if you are worried about the young or inexperienced drivers taking the car out. അതായത് എന്താ പറയുന്നത്, ജിയോ ഫെൻസിങ് എന്ന് പറയുന്നത് ഒരു വെർച്വൽ ബൗണ്ടറി അറൌണ്ട് എ റിയൽ വേൾഡ് ലൊക്കേഷൻ. അപ്പം ലൊക്കേഷനിൽ നിന്നും ദൂരെ പോയാൽ ഒരു ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് എത്രമാത്രം ദൂരോട്ട് ഡ്രൈവർ നമ്മുടെ കാർ കൊണ്ടുപോയിട്ടുണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ജിയോ ഫെൻസിങ് പറയുന്നത്. വെഹിക്കിൾ ടു, അതായത് ഈ ടാക്സി ഒക്കെ ആകുമല്ലേ വണ്ടിയൊക്കെ എടുത്ത്, ആ കേസിൽ വെഹിക്കിൾ ടു വെഹിക്കിൾ കമ്മ്യൂണിക്കേഷൻ, V2V. വെഹിക്കിൾ ടു വെഹിക്കിൾ കണക്ടിവിറ്റി ടെക്നോളജി അലോസ് കണക്റ്റഡ് വെഹിക്കിൾസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. വെഹിക്കിൾസ് തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് എന്ന് പറഞ്ഞാൽ ഷെയറിംഗ് വൈറ്റൽ ഇൻഫോർമേഷൻ, അതായത് ട്രാഫിക് മൂവ്മെന്റ്, റോഡ് കണ്ടീഷൻ, സ്പീഡ് ലിമിറ്റ്, മച്ച് മോർ. ഇതെല്ലാം എന്തായാലും വെഹിക്കിൾ ടു വെഹിക്കിൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണ്. ഒരു ട്രാഫിക് എങ്ങനെയാണ് അവിടെ വരുന്നത്, അല്ലെങ്കിൽ റോഡിന്റെ കണ്ടീഷൻ എന്താണെന്നൊക്കെ.
V2V technology will be a critical part of autonomous vehicle. We are deemed as a future in mobility. Entertainment. അതായത് എന്റർടൈൻമെന്റ് പറയാം മ്യൂസിക്കും ഇന്റർനെറ്റും റേഡിയോയും വീഡിയോയും ഒക്കെ ഉള്ളതുകൊണ്ട് വെഹിക്കിളിനകത്ത് കണക്ട് വെഹിക്കിൾ വിൽ അലോ യു ടു കണക്ട് എ പോസ്റ്റ് പ്രീലോഡഡ് എന്റർടൈൻമെന്റ് സർവീസസ് ഓർ ആപ്സ്. യു ക്യാൻ ലിസൺ ടു മ്യൂസിക്, ഇന്റർനെറ്റ്, റേഡിയോ ഓർ ഈവൻ വീഡിയോസ് അല്ലേ. അപ്പൊ അതൊക്കെ കൊടുക്കാം. അങ്ങനെ ഒരു എന്റർടൈൻമെന്റിന്റെ ഫംഗ്ഷനും പറയുന്നുണ്ട്. പിന്നെ പറയുന്ന റിമോട്ട് പാർക്കിങ്. ഞാൻ ഇന്നലത്തെ ക്ലാസ്സിലും പറഞ്ഞതല്ലേ എന്തായിരിക്കും റിമോട്ട് പാർക്കിംഗ് ഇല്ലേ. അതായത് smartphone app or smart key fob, you can get out of your vehicle and maneuver the car parking in the desired spot. അതായത് സ്മാർട്ട് കീ ഫോബ് ഒക്കെ യൂസ് ചെയ്ത് സ്മോൾ ഇലക്ട്രിക്കൽ ഡിവൈസ് ടിപ്പിക്കലി പ്ലേസിനെ കീ അൺലോക്ക് ചെയ്തുകൊണ്ട് അല്ലെ എന്താ നമുക്കൊരു സ്മാർട്ട് പാർക്കിങ്ങിലോട്ട് കയറാൻ പറ്റും. ഞാൻ ഇന്നലെ അതിന്റെ എക്സാമ്പിൾ സഹിതം പറഞ്ഞതാ. This feature will come the handy in tight parking spaces when you are not confident about parking the car in very congested area. അതായത് നമുക്കെന്താ നമ്മുടെ ഇടയുണ്ട്, പക്ഷെ ഇടാൻ ഡ്രൈവർ അത്ര എക്സ്പേർട്ട് അല്ല എന്നുണ്ടെങ്കിൽ, എക്സ്പേർട്ട് ആയ ഡ്രൈവർക്ക് ചെറിയ ഇടയിലിട്ട് വണ്ടി തിരിച്ച് റിവേഴ്സ് എടുത്ത് കൊണ്ടുപോകത്തില്ലേ. എക്സ്പേർട്ട് അല്ലാത്തവർക്ക് ഏറെ സ്പേസ് വേണ്ട, ഗ്രൗണ്ട് വേണ്ട വണ്ടി തിരിക്കണമെങ്കിൽ എന്ന് പറയുന്നത് പോലെ. പക്ഷെ അങ്ങനെയുള്ള അല്ലാത്ത ആൾക്കാർക്കും സ്മാർട്ട് റിമോട്ട് പാർക്കിംഗ് ആണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സെക്യൂരിറ്റി കണക്റ്റഡ് വെഹിക്കിൾസ് come equipped with several critical security features such as real-time location sharing, tracking, emergency SOS calls in case of accident. Call for SOS means call for help. Accident ഒക്കെ വരുമ്പോൾ അതൊക്കെ നോക്കുക. റോഡ് സൈഡ് അസിസ്റ്റൻസ് ഇൻ കേസ് ഓഫ് വെഹിക്കിൾ ബ്രേക്ക് ഡൗൺ ആൻഡ് മച്ച് മോർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇത് വെഹിക്കിളിനെ സംബന്ധിച്ച് നമുക്ക്, അതായത് കണക്റ്റഡ് കാർ എന്താന്ന് പറയുന്നത്, വെഹിക്കിൾ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്മാർട്ട് ഹെൽത്ത് കെയർ. IoTയുടെ ആപ്ലിക്കേഷൻ ആണ് നെക്സ്റ്റ് സ്മാർട്ട് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാല്. സ്മാർട്ട് ഹെൽത്ത് കെയർ എന്ന് ഉദ്ദേശിക്കുന്നത് IoT ഫോർ പേഷ്യൻസ്. നമ്മളിപ്പോ ഈ പേഷ്യൻസിന്റെ വൈറ്റൽ സയൻസുകളൊക്കെ നോക്കാൻ, അതായത് ബ്ലഡ് പ്രഷർ, ഹാർട്ട് റേറ്റ്, മോണിറ്ററിംഗ് കഫ്, ഗ്ലൂക്കോമീറ്റർ എക്സെട്ര ഗീവ് പേഷ്യൻസ് ആക്സസ് ടു പേഴ്സണലൈസ്ഡ് അറ്റൻഷൻ. അപ്പൊ അതിന് എന്ത് ചെയ്യും, നമ്മൾ പണ്ടാണ് ഇങ്ങനെ ഓർത്തിരുന്ന പ്രഷർ നോക്കാൻ വരുന്നു, അല്ലെ ഷുഗർ നോക്കാൻ വരുന്നു, അങ്ങനെ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളതാണ്. ഡിവൈസസ് ഇൻ ദി ഫോം ഓഫ് വിയറബിൾസ്. ഡോക്ടേഴ്സ് പേഷ്യന്റിന്റെ ദേഹത്ത് നമ്മളിപ്പോ ഡ്രസ് ഇടുന്നത് പോലെ വിയറബിൾസ് അല്ലെ ധരിക്കാൻ പറ്റുന്ന രീതിയിൽ എക്യുപ്മെന്റ്സ് വെക്കുക. IoT എക്യുപ്മെന്റ്സ് വെച്ചിട്ട് അവരവരുടെ സ്ക്രീനിൽ അത് ആക്സസ് ചെയ്തോളും. നമ്മുടെ വൈറ്റൽ സയൻസ് ആയാലും ഈവൻ ഏതെങ്കിലും ചെക്കപ്പ് ആണെങ്കിൽ പോലും ചെയ്തോളുന്നത്. വെഹിക്കിൾസ് തന്നെ പറയും നമ്മൾക്ക് ഇത് കൂടുതലാണെങ്കിൽ എത്ര കലോറി ഉണ്ട്, അപ്പൊ ആ കലോറി നമുക്ക് കുറച്ച് കുറയ്ക്കണം, എക്സസൈസ് ചെയ്യണം. അപ്പോൾ അതൊക്കെ അത് തന്നെ പറഞ്ഞോളൂ എന്നുള്ളതാണ് IoT ഫോർ പേഷ്യൻസ് പറയുന്നത്. പിന്നെ IoT ഫോർ ഫിസിഷ്യൻസ്. By using wearables and other home monitoring equipment embedded with IoT, physicians can help track in patients' health more effectively. അതും പറയുന്ന ഫിസിഷ്യൻസ്, ഡോക്ടേഴ്സ് എന്ത് ചെയ്യും, wearables യൂസ് ചെയ്തുകൊണ്ട് തന്നെ മോണിറ്റർ ചെയ്തെടുക്കുന്നു എങ്ങനെയാന്നുള്ളത്. പിന്നെ IoT ഫോർ ഹോസ്പിറ്റൽസ്. ഇന്നിപ്പോ എല്ലാ മെയിൻ ഹോസ്പിറ്റലുകളിലും, അതായത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളെല്ലാം IoT ഡിവൈസസുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ IoT ഫോർ ഹോസ്പിറ്റൽ നോക്കാം. IoT devices tagged with sensors are used for tracking real-time locations in medical equipments like wheelchairs, defibrillators, nebulizers, oxygen pump and other monitoring equipment. ഇതെല്ലാം ഇന്ന് IoT ഡിവൈസസുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ആവി പിടിക്കണമെങ്കിലോ ഓക്സിജൻ കൊടുക്കണമെങ്കിലോ വീൽചെയർ എടുക്കണമെങ്കിലും എല്ലാം നമുക്ക് ആ ഒരു ഹെൽപ്പോടുകൂടി എടുക്കാൻ നോക്കി ചെക്ക് ചെയ്ത് എല്ലാം സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ IoT ഫോർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ്, അതായത് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലേ, അത് ഒരു ന്യൂമറസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഹെൽത്ത് ഇൻഷുറൻസ് വിത്ത് IoT കണക്റ്റഡ് ഇന്റലിജന്റ് ഡിവൈസസ്. അതെ നമ്മൾ ചില ഇപ്പൊ പേഷ്യൻസിനൊക്കെ ചില IoT ഡിവൈസ് കണക്റ്റഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിവൈസ് യൂസ് ചെയ്താൽ ചിലപ്പം ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടാം എന്നുള്ള കൺസെപ്റ്റിലോട്ട് അതും കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെയൊക്കെ പേരുകൾ ഓർത്തിരുന്നിട്ട് നിങ്ങളുടെ സെന്റൻസിൽ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഹെൽത്ത് കെയറിന്റെ 3-4 മേജർ അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. കോസ്റ്റ് റിഡക്ഷൻ,
ഇംപ്രൂവ് ട്രീറ്റ്മെന്റ്. അതായത് പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. സിഗ്നിഫിക്കലി കട്ടിംഗ് ഡൗൺ അൺനെസറി വിസിറ്റേഴ്സ് ടു ഡോക്ടേഴ്സ്, ഹോസ്പിറ്റൽ സ്റ്റേസ് ആൻഡ് റീ അഡ്മിഷൻസ്. അതായത് പേഷ്യൻസിനെ ഡോക്ടർ നല്ലോണം നോക്കുന്നുണ്ട്. അപ്പൊ കോസ്റ്റ് റിഡക്ഷൻ അവർ പറയുന്നത്, കോസ്റ്റ്ലി അല്ലെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാം കോസ്റ്റ്ലി ആണല്ലോ അല്ലെ. അതായത് അൺനെസസറി വിസിറ്റേഴ്സിനെ അനുവദിക്കുന്നില്ല. ഒരു ഹോസ്പിറ്റലിൽ വിസിറ്റേഴ്സിനെ അനുവദിക്കുകയല്ല. അതായത് ഹോസ്പിറ്റലിൽ തങ്ങണ്ട, റീ അഡ്മിഷൻ എടുക്കണ്ട, പേഷ്യന്റ് അങ്ങ് കൊടുത്താൽ മതി, പൈസയും കൊടുത്താൽ മതി, ബാക്കിയെല്ലാം നടക്കും. കോസ്റ്റ് റിഡക്ഷൻ ആണ്. ഇംപ്രൂവ് ട്രീറ്റ്മെന്റ്, പിന്നെ ട്രീറ്റ്മെന്റ് എല്ലാം അഡ്വാൻസ്ഡ് ആയിട്ട് ട്രീറ്റ്മെന്റ് നടത്തും. ഫാസ്റ്റർ ഡിസീസ് ഡയഗ്നോസിസ്, അത് ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ്. IoT യൂസ് ചെയ്തുകൊണ്ട് ഫാസ്റ്റർ ആയിട്ട് ഡിസീസ് നമുക്ക്, നമ്മുടെ അസുഖം എന്താന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ പ്രൊയാക്റ്റീവ് ട്രീറ്റ്മെന്റ്. പ്രൊയാക്റ്റീവ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഹെൽത്ത് മോണിറ്ററിംഗ് ഓപ്പൺസ് ഡോർ ഫോർ പ്രൊവൈഡിംഗ് പ്രൊയാക്റ്റീവ് മെഡിക്കൽ ട്രീറ്റ്മെന്റ്. അതായത് ഒരു രോഗാവസ്ഥയോട് പ്രതികരിക്കുന്നതിന് പകരം സിംറ്റംസ് പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് തന്നെ നമുക്ക് നടപടിയെടുക്കാം. അതായത് ഈ IoT ഡിവൈസസ് ഇന്നിപ്പം ഫെമിലർ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലോട്ട് പോകാതെ ഫസ്റ്റ് തന്നെ നമുക്കത് എങ്ങനെയായിരിക്കും എന്നുള്ളത്, നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാരക അസുഖങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലായിരിക്കും അറിയുന്നത്. പക്ഷെ അതിന് മുന്നേ കണ്ടുപിടിക്കാൻ ഏതാണ് IoT ഡിവൈസസുകൾ യൂസ് ചെയ്യാം. പിന്നെ ഡ്രഗ്സ് ആൻഡ് എക്യുപ്മെന്റ് മാനേജ്മെന്റ്, എറർ റിഡക്ഷന്. അത്രയാണ് ഏത് പറഞ്ഞിരിക്കുന്നത്, IoT ഹെൽത്ത് കെയറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഹെൽത്ത് കെയർ മോണിറ്ററിംഗ് ഡിവൈസസുകൾ യൂസ് ചെയ്യാം. റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിങ്, അതായത് റിമോട്ട് പേഷ്യന്റ് മോണിറ്റർ പറഞ്ഞാൽ ഡോക്ടറും പേഷ്യന്റും തമ്മിൽ കാണുന്നില്ല. ഡോക്ടറും പേഷ്യന്റും തമ്മിൽ കാണാതെ, അതായത് ഒരു സ്ക്രീൻ, അവര് വീഡിയോ അല്ലെങ്കിൽ അങ്ങനെ എക്യുപ്പേർഡ് ആയിട്ട് റൂമിലായിരിക്കും, കോൺഫറൻസിങ് മുഖേനയായിരിക്കും റിമോട്ടലി പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യുക. അതായത് ഇപ്പം അത് നമുക്ക് ഇത്രയേ ഉള്ളൂ. എന്താ, ഇപ്പൊ ഒരു ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു രോഗിയാണെങ്കിൽ ചിലപ്പോൾ ആ രോഗിയുടെ ദേഹത്ത് എവിടെയും വൈഫൈ പോലുള്ള വീറബിൾസ് കൊടുത്തിട്ടുണ്ടായിരിക്കും, വൈഫൈ അറ്റാച്ച് ചെയ്ത വീറബിൾസ്. അപ്പൊ ആ വീറബിൾസ് ഇപ്പൊ ദേഹത്ത് ഇപ്പൊ എന്താ ഈ ഹോട്ടലൊക്കെ വെക്കാറില്ലേ, എന്റെ പേരൊക്കെ മറന്നുപോയി. എന്നിട്ട് ഡോക്ടർ റൂമിൽ ഇരുന്നാൽ മതി, ഈ രോഗിയുടെ കണ്ടീഷൻസ് മോണിറ്റർ ചെയ്യാൻ പറ്റും. പിന്നെ ഗ്ലൂക്കോസ് മോണിറ്ററിങ്. ഗ്ലൂക്കോസ് മോണിറ്ററിങ് ഹാസ് ട്രഡീഷണൽ ബീൻ ഡിഫിക്കൾട്ട്. നേരത്തെ അത് ട്രഡീഷണലി ബുദ്ധിമുട്ടായിരുന്നു. നോട്ട് ഓൺലി it is inconvenient to check glucose levels, manually record results, but doing so is patient's glucose level only at the exact time test is provided. അപ്പൊ പണ്ടാണെങ്കിൽ അങ്ങനെ നമുക്ക് ഇതൊക്കെ കണ്ടുപിടിക്കാന്ന് പറയുന്നത് സമയമെടുത്ത് ചെയ്യുന്ന പ്രോസസ് ആയിരുന്നു. ഇന്ന് അങ്ങനെയല്ല, ഏതായിരിക്കും ഓട്ടോമാറ്റിക്കലി മോണിറ്റർ ചെയ്യാൻ പറ്റും ഒരു പേഷ്യന്റ് ഗ്ലൂക്കോസ് ലെവല്. എന്നിട്ട് അപ്പം ആ ഗ്ലൂക്കോസ് ലെവല് എന്തായിരിക്കും, ഗ്ലൂക്കോസ് ലെവൽ കൂടുതലാണെങ്കിൽ അലേർട്ട് ചെയ്യും. പിന്നെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, ഹാർട്ട് റേറ്റ് ഒക്കെ അങ്ങനെ എടുക്കാൻ പറ്റും. ലൈക്ക് ഗ്ലൂക്കോസ് മോണിറ്ററിങ്, ഹാർട്ട് റേറ്റ് ക്യാൻ ബി ചലഞ്ചിങ് ഈവൻ ഫോർ പേഷ്യൻസ് ഹു ആർ പ്രസന്റ് ഇൻ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്. Today, a variety of smart IoT devices are available for heart rate monitoring, freezing patients to move around as they like while ensuring that this heart are monitored continuously, and guaranteeing ultra accurate result remains somewhat of change, but most modern devices can deliver accurately rates of about 90% or better. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് ഹെഡ് റേറ്റും അതായത് നമ്മുടെ ഹൃദയമിടിപ്പും ഒക്കെ മോണിറ്റർ ചെയ്യാൻ IoT ഡിവൈസസുകൾ യൂസ് ചെയ്യാം. പിന്നെ ഹാൻഡ് ഹൈജീൻ മോണിറ്ററിങ്, അല്ലെ, കൈകളൊക്കെ നമ്മളെപ്പോഴും നേഴ്സുമാർക്ക് അറിയാം, അവരെപ്പോഴും കൈയെല്ലാം എപ്പോഴും ഏത് സമയം വാഷ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അതായത് എന്തായിരിക്കും, നല്ല ഹൈജീനോടുകൂടി ആയിരിക്കും നേഴ്സുമാർ യൂസ് ചെയ്യുന്നത്. അപ്പം ട്രഡീഷണലി ദേ ഹാസ് നോട്ട് ബീൻ എ ഗുഡ് വേ ടു എൻഷുർ ദാറ്റ് പ്രൊവൈഡേഴ്സ് ആൻഡ് പേഷ്യൻസ് ഇൻസൈഡ് ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റി വാഷ് ദർ ഹാൻഡ്സ് പ്രോപ്പർലി ഇൻ ഓർഡർ ടു മിനിമൈസ് ദ റിസ്ക് ഓഫ് സ്പ്രെഡിങ് കണ്ടാജിനേഷൻ. അല്ലെ, എന്തെങ്കിലും ഒരു മാരക രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും മലിനമായിട്ടുള്ള കാര്യങ്ങളോ സ്പ്രെഡ് ചെയ്യാതിരിക്കാനാണ് ഈ നേഴ്സുമാർ എപ്പോഴും അവരുടെ ഹാൻഡ് വാഷ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇന്നാണെങ്കിൽ ആ ഹാൻഡ് ഹൈജീൻ മോണിറ്ററിംഗ് ഉണ്ട്. ആ ഡിവൈസസിലോട്ട് നമ്മൾ ഒരു പേഷ്യന്റ് എടുത്ത് പോയി, ഗ്ലൗസ് ഇട്ടുകൊണ്ടായിരിക്കും പോകുന്നത്, വരുമ്പോൾ ഗ്ലൗസ് ഊരുക, ഈ ഹാൻഡ് ഡ്രയറിലോട്ട്, അല്ലെ ഹാൻഡ് ഡ്രയർ അല്ല, ഹാൻഡ് ഡ്രയർ നമ്മൾ കൈ കഴുകിയിട്ട് കൈ ഉണക്കുന്നതല്ലേ, ഹാൻഡ് ഹൈജീൻ മെഷീൻ കാണും, അതിലോട്ടും ജസ്റ്റ് കൊടുത്താൽ മതി.
ഹാൻഡ് എല്ലാം ക്ലീൻ, അതായത് നമ്മുടെ എന്തെങ്കിലും കണ്ടാമിനേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം എലിമിനേറ്റ് ചെയ്ത് പോകും. പിന്നെ ഡിപ്രഷൻ ആൻഡ് മൂഡ് മോണിറ്ററിങ്, ഇതിന് വരെയുള്ള ഡിവൈസസുകൾ ഇന്നുണ്ടെന്നാണ്. നമുക്ക് ഡിപ്രഷൻ ഉണ്ട്, മൂഡുണ്ട്, നമ്മുടെ മൂഡ് മാറിപ്പോയി ഡിപ്രഷൻ ഒക്കെ ആണെങ്കിൽ അതുപോലും മോണിറ്റർ ചെയ്യാനുള്ള ഡിവൈസസുകളുണ്ട്. അതായത് സ്മാർട്ട് വിയറബിൾസ് യൂസ് ചെയ്തുകൊണ്ടാണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പം ഭയങ്കര ഡിപ്രഷൻ ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ അങ്ങനെ സൈക്കോളജിക്കലി അങ്ങനെയുള്ള ഡോക്ടേഴ്സ് ഒക്കെ വിയറബിൾസ് കൊടുത്ത്, അതായത് ചോദിച്ച ചിലവ് പറയണമെന്നില്ലല്ലോ, പണ്ടല്ലേ ഇങ്ങനെ അങ്ങനെയൊക്കെ നോക്കിയെടുക്കുന്നത്, ഇന്നിപ്പോ അവർ പറയണമെന്നില്ല, ഇന്നത്തെ എല്ലാവരും ഇച്ചിരി ബുദ്ധി കൂടിയവരല്ലേ. അപ്പൊ അവർക്ക് എന്തെങ്കിലും വിയറബിൾസ് ആയിരിക്കും അവരുടെ ദേഹത്ത് വെക്കുക. നമുക്ക് IoT എനേബിൾഡ് ഡിവൈസസ് കൊടുത്തുകൊണ്ട് അവരുടെ ഡിപ്രഷനും അവരുടെ മൂഡും ഒക്കെ നിരീക്ഷിക്കാൻ പറ്റും. പിന്നെ പറയുന്നത് പാർക്കിൻസൺസ് ഡിസീസ് മോണിറ്ററിങ്. അതായത് in order to treat Parkinson's patients most effectively, healthcare providers must be able to access how the severity of the symptoms fluctuate through a day. അതായത് നമുക്കിപ്പോ ഒരു ഹോസ്പിറ്റലിലൊക്കെയാണ് ഒരു പേഷ്യന്റിനെ നമ്മൾ ചെന്ന് ഡോക്ടറെ കണ്ടു, അല്ലെങ്കിൽ കുറച്ച് ദിവസം കടന്ന് മരുന്ന് മേടിച്ചു, അല്ല ഒരു പേഷ്യന്റിനെ ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒബ്സർവ് ചെയ്യേണ്ടി വരുമായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു മോണിറ്ററിംഗ് ആണ് ഇത് PD മോണിറ്റർ എന്ന് പറഞ്ഞാൽ, പാർക്കിൻസൺ ഡിസീസ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പേഷ്യന്റിനെ ഒബ്സർവ് ചെയ്യേണ്ടി വരിക. അതായത് ആ പേഷ്യന്റ് ഇപ്പം രാവിലെ എണീക്കുമ്പോൾ തൊട്ട് വൈകിട്ട് കിടക്കുന്നിടം വരെ, അല്ലെ ഉറക്കത്തിൽ പോലും എന്താണ് ചെയ്യുന്നതെന്ന് മോണിറ്റർ ചെയ്യുന്ന ആ ഒരു രീതിക്കാണ് PD മോണിറ്റർ എന്ന് പറയുന്നത്. അതിനൊക്കെയുള്ള ഡിവൈസസ് എല്ലാം വിയറബിൾസ് ആയിട്ടാണ് ഈ പേഷ്യൻസിന് ഇന്നിപ്പം വരുന്നത്. പിന്നെ അത്രയാണ്. പിന്നെ അതർ എക്സാമ്പിൾസ് ഓഫ് IoT ആൻഡ് IoMT, ഇന്റർനെറ്റ് ഓഫ് മെഡിക്കൽ തിങ്സ് IoMT പറഞ്ഞു കേട്ടോ. ഇന്റർനെറ്റ് ഓഫ് മെഡിക്കൽ തിങ്സ്, അതായത് കണക്റ്റഡ് ഇൻഹേലേഴ്സ്, ഇൻജസ്റ്റബിൾ സെൻസേഴ്സ്, കണക്റ്റഡ് കോണ്ടാക്ട് ലെൻസ്, ഇതൊക്കെ അതിന്റെ പിന്നെയും വരുന്ന അതിന്റെ ഏതാ എക്സാമ്പിൾസാ പറയുന്നത്. അതായത് മെഡിക്കൽ തിങ്സ് എന്തൊക്കെ വരാം, ഇന്റർനെറ്റ് ഓഫ് മെഡിക്കൽ തിങ്സ് ഇപ്പൊ പറഞ്ഞത് കൂടാതെ ഏതൊക്കെ മെഡിക്കൽ തിങ്സുകൾ വരാം. കണക്റ്റഡ് ഇൻഹേലേഴ്സ്, കണ്ടീഷൻ സച്ച് ആസ് ആസ്മ അല്ലെങ്കിൽ COPD. COPD എന്ന് പറഞ്ഞാൽ ക്രോണിക് ആയിട്ട് നടക്കുന്ന ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസാണ്. അപ്പം അതൊക്കെ വരുമ്പോഴത്തേനും എന്തായിരിക്കും, അതായത് ആസ്മ വരുമ്പോൾ അറിയാം, ആസ്മക്കാരൊക്കെ ഇങ്ങനെ വലിക്കുന്നതല്ലേ, എപ്പോഴും വലിച്ചോണ്ടിരിക്കും. അപ്പൊ ഇൻഹൈലേഴ്സും നമുക്ക് കേട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. എൻവയോൺമെന്റിൽ നിന്ന് അവരുടെ ഡേറ്റ എല്ലാം കളക്ട് ചെയ്തതിനു ശേഷം അവരെ നമുക്കൊന്ന് മോണിറ്റർ ചെയ്തതിനു ശേഷം എന്തായിരിക്കും ഇങ്ങനെയുള്ള ഇൻഹൈലേഴ്സ് കൊടുക്കുന്നത്. അതെല്ലാം ഈ മെഡിക്കൽ തിങ്സിൽ വരുന്ന കണ്ടന്റുകളാണ്. അതുപോലെ ഇൻജസ്റ്റബിൾ സെൻസേഴ്സ്, കളക്ടിംഗ് ഡേറ്റ ഫ്രം ഇൻസൈഡ് ദി ഹ്യൂമൻ ബോഡി ഈസ് ടിപ്പിക്കലി എ മെസ്സി ആൻഡ് ഹൈലി ഡിസ്ട്രക്റ്റീവ് അഫെയർ. അതായത് ഒരു ഹ്യൂമൻ ബോഡിയിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ കളക്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് മെസ്സി ആൻഡ് ഹൈലി ഇൻട്രസ്റ്റീവ് അഫെയർ, അതായത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം സെൻസറുകൾ യൂസ്, അത് അവിടെയും എന്തായിരിക്കും, സെൻസറുകൾ യൂസ് ചെയ്തുകൊണ്ട് ഇപ്പൊ സ്റ്റൊമക്കിന്റെ pH ലെവലോ അങ്ങനെയൊക്കെ നമുക്ക് ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനോ, അതായത് മെഡിക്കൽ ഫീൽഡിൽ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളുണ്ട് അല്ലെ, അങ്ങനെയൊക്കെയുള്ളത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കണക്റ്റഡ് കോണ്ടാക്ട് ലെൻസ്, അതായത് നമ്മുടെ കണ്ണിന് യൂസ് ചെയ്യുന്ന ലെൻസുകളൊക്കെ ഇല്ലേ, സ്മാർട്ട് കോണ്ടാക്ട് ലെൻസ് പ്രൊവൈഡ് അനദർ ഓപ്പർച്യൂണിറ്റി ഫോർ കളക്ടിംഗ് ഹെൽത്ത് കെയർ ഡേറ്റ ഇൻ പാസീവ് നോൺ intrusive way. They could accidentally include micro cameras that allow wearables effectively to take pictures with eyes. Probably companies like Google have patented connected contact lenses. പിന്നെ റോബോട്ടിക് സർജറി പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ നടത്തുന്നുണ്ടെന്ന് നമുക്കറിയാം അല്ലെ. സ്മോൾ ഇന്റർനെറ്റ് കണക്റ്റഡ് റോബോട്ട്സ് ഇൻസൈഡ് എ ഹ്യൂമൻ ബോഡി, സർജൻസ് ക്യാൻ പെർഫോം കോംപ്ലക്സ് പ്രൊസീജിയേഴ്സ് സോ ദാറ്റ് ഡിഫിക്കൽട്ട് ടു മാനേജ് യൂസിങ് ഹ്യൂമൻ ഹാൻഡ്സ്. അപ്പം റോബോട്ട് പോലും സർജറി നടത്തുന്നു. അതായത് അതനുസരിച്ച് അതിനകത്ത് പ്രോഗ്രാം ഫീഡ് ചെയ്ത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൺസെപ്റ്റോട് കൂടി പ്രോഗ്രാം ഫീഡ് ചെയ്ത് വെച്ചുകൊണ്ട് നടക്കുന്നു. അതായത് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് മനുഷ്യന്റെ ആവശ്യമില്ല, എല്ലാം IoT ഡിവൈസസുകൾ അല്ലെ ഉപകരണങ്ങളെല്ലാം ചെയ്തോളെന്നുള്ള കൺസെപ്റ്റിലോട്ടാണ് വന്നിരിക്കുന്നത്. അതാണ് ഹെൽത്ത് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇൻഡസ്ട്രിയൽ IoT 12.9 ടൈം. ഇൻഡസ്ട്രിയൽ IoT പറഞ്ഞാൽ ഇൻഡസ്ട്രി, അതായത് ഇൻഡസ്ട്രി IoT is defined as a network of devices, machinery and sensors connected to each other via internet, collecting and data analysis to apply information in continuous process movement. The industry
ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് ഇൻഡസ്ട്രി IoTയുടെ കാര്യങ്ങളാണ് പറയുന്നത്. അതായത് IoT എനേബിൾഡ് ഡിവൈസസ്, എഡ്ജ് നെറ്റ്വർക്ക്, എഡ്ജ് ഡാറ്റ മാനേജ്മെന്റ്, ക്ലൗഡ് പ്രോസസ്സിങ്, ഇന്റർനെറ്റ് ഓഫ് ഗേറ്റ്വേസ്, ഇതൊക്കെയാണ് പറയുന്നത്. അതായത് എങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ IoTയുടെ കാര്യങ്ങൾ എന്നുള്ളത്. വ്യാവസായികപരമായിട്ട് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് യൂസ് ചെയ്യുന്നത്. അതായത് അത് അവിടെ എന്തായിരിക്കും, എല്ലായിടത്തും സ്മാർട്ട് സെൻസറുകളും സ്മാർട്ട് ഫോണുകളും സ്മാർട്ട് ഡ്രൈവിംഗ് കാറുകളും ഒക്കെ ആയിരിക്കും ഇവിടെയും വരുന്നത് അല്ലെ. അതും വ്യാവസായപരമായിട്ടുള്ള മുന്നേറ്റം അല്ലേ ഉദ്ദേശിക്കുന്നത്. അതായത് IoT എനേബിൾഡ് ഡിവൈസസ് അറ്റ് ദി എഡ്ജ് ഓഫ് എ നെറ്റ്വർക്ക്. അതായത് ക്യാമറയിലും മൈക്രോഫോണിലും സെൻസറുകളിലും മീറ്റേഴ്സിലും ഒക്കെ എന്തായിരിക്കും ഈ IoT എനേബിൾഡ് സെൻസറുകൾ യൂസ് ചെയ്തുകൊണ്ട് ഡേറ്റ ക്യാപ്ചർ ചെയ്തെടുക്കുക എന്നുള്ളത്. അതുപോലെ എഡ്ജ് ഡാറ്റ മാനേജ്മെന്റ് വിത്ത് ഹൈ ക്വാളിറ്റി ഹൈ വോളിയം ഡാറ്റ, സോഫിസ്റ്റിക്കേറ്റഡ് അനലിറ്റിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കനോട്ട് ബി യൂസ്ഡ് ഇൻ ദ ഫുൾ പൊട്ടൻഷ്യൽ. അത് ഉയർന്ന നിലവാരമുള്ളതും ഇപ്പം ഉയർന്ന വാല്യൂ അല്ലെ ഉയർന്ന അളവിലുള്ളതുമായ ഡേറ്റ അല്ലാതെ സോഫിസ്റ്റിക്കേറ്റഡ് അനലൈസിസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയുടെ പൂർണ്ണ ശേഷിയിൽ ഉപയോഗിക്കാൻ കഴിയത്തില്ല. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും, edge computing provides the quickest answer since data is processed at the network edge at the sensors level. അതായത് എഡ്ജ് നെറ്റ്വർക്കിൽ നിന്നും ഡേറ്റ എടുത്ത് ഡേറ്റയെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. യൂസ് ഓഫ് ക്ലൗഡ് ഫോർ അഡ്വാൻസ്ഡ് പ്രോസസ്സിംഗ്. എഡ്ജ് ഡിവൈസസ് ആർ റെസ്ട്രിക്റ്റഡ് ഇൻ ദർ കപ്പാസിറ്റി. എഡ്ജ് ഡിവൈസസ് നമ്മൾ ഇന്നലെ എഡ്ജ് കമ്പ്യൂട്ടിംഗ് പറഞ്ഞു. അപ്പൊ എഡ്ജ് കമ്പ്യൂട്ടിങ്ങിന് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്, എത്രമാത്രം ഡേറ്റ പ്രോസസ് ചെയ്യാൻ പറ്റുമെന്ന്. അതിന്റെ ആ ലിമിറ്റ് ചെന്ന് കഴിയുമ്പോൾ അതിന് പറ്റത്തില്ലാതെ വരും. അപ്പൊ അവിടെ ക്ലൗഡ് എന്നുള്ള കൺസെപ്റ്റോട്ട് തന്നെ മൂവ് ചെയ്തായിരിക്കും ഡേറ്റ പ്രോസസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ IoT ആർക്കിടെക്ചർ അത് ഹബും സ്റ്റോറേജും അനലിറ്റിക്സും ദെൻ യൂസർ ഇന്റർഫേസും കാണും. ഹബ്ബ് സ്വിച്ച് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, ആ ഡിവൈസസുകളിലൊക്കെ ഹബ്ബ് കാണും. ഹബ്ബ് പ്രൊവൈഡ്സ് റിമോട്ട് കണക്ടിവിറ്റി ടു ആൻഡ് ഫ്രം പ്രിമിസ് സിസ്റ്റംസ്. സ്റ്റോറേജ് കാണും, സ്റ്റോറിംഗ് ഇൻഫോർമേഷൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈസ് പ്രോസസ്ഡ്. പ്രോസസ് ചെയ്യുന്നതിന് മുന്നും പ്രോസസ് ചെയ്യുന്നതിന് ശേഷം സ്റ്റോർ ചെയ്യാൻ വേണ്ടി കാണും. പിന്നെ അനലിറ്റിക്സ് ആൻഡ് യൂസർ ഇന്റർഫേസ്, ഏതെങ്കിലും ഒരു യൂസർ ഇന്റർഫേസ് വേണമല്ലോ നമുക്കിത് വർക്ക് ചെയ്യാൻ. നെക്സ്റ്റ് ഇന്റർനെറ്റ് ഓഫ് ഗേറ്റ്വേസ്. ഇന്റർനെറ്റ് ഗേറ്റ്വേ എന്ന് പറയുമ്പോൾ നമുക്കവിടെ ഹാർഡ്വെയർ ഓറിയന്റഡ് ആണ്. സോഫ്റ്റ്വെയർ ഗേറ്റ്വേ എന്ന് പറയുന്നത് മേ ബി ഡിപ്ലോയ്ഡ് ആസ് ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ. ഹാർഡ്വെയറോ സോഫ്റ്റ്വെയറോ ആകാം ഗേറ്റ്വേ എന്ന് പറയുന്നത്. അതായത് ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ ഗേറ്റ്വേസ് ആർ ഓട്ടോണോമസ് ഡിവൈസസ്. ദാറ്റ് ഈസ് അവിടെ വയർ ബേസ്ഡ് ഡിജിറ്റലോ അനലോഗോ സിഗ്നൽസുകൾ വരാം. അതായത് റൗട്ടറോ മോഡമോ ബ്രിഡ്ജസോ ഗേറ്റ്വേ ഏത് വേണേലും ഇവിടെ വരാം. ഇന്റർനെറ്റ് ഓഫ് ഗേറ്റ്വേയിൽ ഹാർഡ്വെയറിനകത്ത് വരാം. മെയിൻ ആയിട്ടും റൗട്ടർ ആയിരിക്കും വരുന്നത്, റൂട്ടർ ഓർ റൗട്ടർ. പിന്നെ സോഫ്റ്റ്വെയർ വരുന്ന ഏതെങ്കിലും സോഫ്റ്റ്വെയർ ആകാം, ആമസോണിന്റെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഗേറ്റ്വേയോ അഷ്വറോ IoT ഗേറ്റ്വേ ഏത് ആ സോഫ്റ്റ്വെയർ വേണേലും വരാം. അത് വെച്ചായിരിക്കും ഇന്റർനെറ്റ് ഓഫ് ഗേറ്റ്വേ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി കുറെ പ്രോട്ടോക്കോളുകൾ ഉണ്ട്. ആ പ്രോട്ടോക്കോൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഏതൊക്കെയായിരിക്കും? AMQP, MQTT, COAP. അത് മൂന്നും പഠിച്ചതല്ലേ, അത് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ക്ലൗഡിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പ്രോട്ടോക്കോളുകൾ യൂസ് ചെയ്തായിരിക്കും ഏത് ഈ IoT ഡിവൈസസുകൾ ഗേറ്റ്വേ വഴി വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഫുൾ ഫോം നോട്ട് ചെയ്ത് വെക്കുക. അഡ്വാൻസ്ഡ് മെസ്സേജ് ക്യൂവിംഗ് പ്രോട്ടോക്കോള്, ടെലിമെട്രി ട്രാൻസ്പോർട്ട്. മെസ്സേജ് ക്യൂവിംഗ് ടെലിമെട്രി ട്രാൻസ്പോർട്ട് ആണ് MQTT. പിന്നെ കൺസ്ട്രെയിൻഡ് ആപ്ലിക്കേഷൻ പ്രോട്ടോക്കോൾ. ഈ പ്രോട്ടോക്കോൾ മൂന്നും യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് ഹെഡിങ്ങിലോട്ട് മൂവ് ചെയ്യാം. ദാറ്റ് ഈസ് ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻഡസ്ട്രിയൽ IoT. ഇൻഡസ്ട്രിയൽ IoTയുടെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, പ്രിഡക്റ്റീവ് മെയിൻ്റെനൻസ്. പ്രിഡക്റ്റീവ് മെയിൻ്റെനൻസ് പറഞ്ഞാൽ പ്രിഡിക്റ്റ് ചെയ്യുക അല്ലേ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റീവ് മെയിൻ്റെനൻസ് കൺസിസ്റ്റ് ഓഫ് ഡിറ്റക്ട് ദ നീഡ് ഫോർ എ മെഷീൻ ടു ബി മെയിൻറ്റൈൻഡ് ബിഫോർ എ ക്രൈസിസ് ടേക്ക് പ്ലേസ് ആൻഡ് പ്രൊഡക്ഷൻ നീഡ് ടു ബി സ്റ്റോപ്ഡ് അർജന്റ്ലി. അതായത് നമ്മൾ പ്രൊഡക്റ്റീവ് ഇങ്ങനെ ഒരു പ്രശ്നം വരാം, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ക്രൈസിസ് വരാം, അതുകൊണ്ട് അർജന്റ്ലി സ്റ്റോപ്പ് ചെയ്യുക അല്ലെ. ഡേറ്റ ഡ്രിവൺ സ്ട്രാറ്റജി ആണ് ഇത് പ്രൊഡക്റ്റീവ് മെയിൻ്റെനൻസ് എന്ന് പറയുന്നത്. ഡേറ്റ ഡ്രിവൺ സ്ട്രാറ്റജി, ദാറ്റ് ഈസ് ഒരു യൂസർ മെഷീൻ ലേണിങ്ങോ അല്ലെങ്കിൽ കണ്ടീഷൻ മോണിറ്ററിംഗ് ടൂൾസോ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് പ്രിഡിക്റ്റ് ചെയ്യുവാണ് എക്യുപ്മെന്റ്സിന് ഫെയിലർ ആകാം. എന്നിട്ട് അപ്പം അത് സംഭവിക്കുന്നതിന് മുന്നേ തന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് പ്രൊഡക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്നത് ഫാസ്റ്റർ ഇംപ്ലിമെന്റേഷൻ ഇംപ്രൂവ്മെന്റ്സ്.
അതിനകത്ത് പറയുന്നത് ക്വാളിറ്റി കൺട്രോള്, സപ്ലൈ ചെയിൻ ഒപ്റ്റിമൈസേഷൻ, പ്ലാൻ സേഫ്റ്റി ഇംപ്രൂവ്മെന്റ്, അങ്ങനെ പറഞ്ഞ 5-6 പോയിന്റ്സും കൂടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഗുണനിലവാരം നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാല് another entry among the most important IoT applications is the ability to monitor the quality of manufactured products at any stage. അതായത് ഏത് സ്റ്റേജിലും നിർമ്മിച്ച പ്രോഡക്റ്റുകളുടെ ഗുണനിലവാരം നിയന്ത്രിക്കാനുള്ള കഴിവ് വേണം. അതായത് ഈ പ്രക്രിയ ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് എങ്ങനെ കൊണ്ടുപോകും, അതായത് സ്മാർട്ട് ട്രാക്കിംഗ് ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട്, അല്ലെ, എക്സ്പയറി കഴിയുകയാണോ എന്ന് ചെക്ക് ചെയ്യണം. അതാണ് സ്മാർട്ട് ട്രാക്കിംഗ് ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ക്വാളിറ്റി കൺട്രോള് മുന്നോട്ട് പോകുന്നത്. This information is vital when we study the efficiency of the company and applying the necessary changes in case failures are detected with the purpose of optimizing the process and promptly detect issues in the production chain. അതായത് എന്തെങ്കിലും ഇഷ്യൂസ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പർപ്പസിന് വേണ്ടി വന്ന് അതിനെ ഒപ്റ്റിമൈസ് ചെയ്ത് പ്രോപ്പർലി ഡിറ്റക്ട് ചെയ്ത് കൊണ്ടുപോകണം എന്ന് പറയുന്നത്. പിന്നെ സപ്ലൈ ചെയിൻ ഒപ്റ്റിമൈസേഷൻ, അതായത് അതും ഒരു ട്രാക്കിങ്ങും ട്രേസിങ്ങും, അതായത് ഉയർന്ന എഫിഷ്യൻസി ലക്ഷ്യമിട്ടിട്ടുള്ള IoT ആപ്ലിക്കേഷൻസ് ഒരു കമ്പനിയുടെ വിതരണ മേഖലയെ അതിന്റെ ഇപ്പോഴത്തെ കണ്ടീഷനെ കുറിച്ച് റിയൽ ടൈം ആയിട്ട് ഇൻട്രാൻസിസ്റ്റ് ഇൻഫോർമേഷൻസ് കണ്ടെത്താനുള്ള കഴിവ് കൊടുക്കും. അങ്ങനെ അപ്പൊ സപ്ലൈ ചെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് അത് ട്രാക്ക് ചെയ്യാനും ട്രേസ് ചെയ്യാനും അസസ് ചെയ്യാനും പറ്റും, അതുപോലെ മോണിറ്റർ ചെയ്യാനും പറ്റും കേട്ടോ. സപ്ലൈ ചെയിൻ ഒപ്റ്റിമൈസേഷൻ ട്രാക്ക് ചെയ്യാനും ട്രേസ് ചെയ്യാനും അസെറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും എല്ലാം പറ്റുന്നത്. പിന്നെ പ്ലാൻ സേഫ്റ്റി ഇംപ്രൂവ്മെന്റ്. പ്ലാൻ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ through the monitoring of equipment damage, plant air quality and frequency of illness in a company, among their indicators, it is possible to avoid hazardous scenario that simply a threat to workers. അതായത് പ്ലാന്റർ അല്ലെ, ആ മേഖലയിലും സേഫ്റ്റി കൊടുക്കണം. അതായത് എക്യുപ്മെന്റ്സിന് ഡാമേജ് വരുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യുകയും എയർ ക്വാളിറ്റി, വായുവിന്റെ നിലവാരം, പ്ലാന്റിലുള്ള വായുവിന്റെ നിലവാരം നോക്കുകയും പിന്നെ ഏതെങ്കിലും അസുഖങ്ങളൊക്കെ വന്നാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യാനും, അതായത് തൊഴിലാളികൾക്ക് ഭീഷണിയാകുന്ന അപകടകരമായ സാഹചര്യങ്ങൾ ഒഴിവാക്കാനും ഒക്കെ പ്ലാന്റ് സേഫ്റ്റി ഇംപ്രൂവ്മെന്റ് കൊണ്ട് സാധിക്കും. ലാസ്റ്റ് ഹെഡിങ് IoT യൂസ് കേസസ് ഏതൊക്കെയാന്ന് നോക്കാം. IoT ഫോർ അസറ്റ് ട്രാക്കിംഗ്, IoT ഫോർ ക്രിയേറ്റ് ഡിജിറ്റൽ ട്വിൻസ്, പിന്നെ IoT ഫോർ റിമോട്ട് മോണിറ്ററിംഗ് കോസ്റ്റ് സേവിങ്സ്, IoT ഫോർ എൻവയോൺമെന്റൽ മോണിറ്ററിംഗ് ആൻഡ് IoT പ്ലാറ്റ്ഫോം ടു ബിൽഡ് എ സ്മാർട്ട് ഫാക്ടറി. ഇത്രയാണ് ഏത് IoTയുടെ യൂസ് കേസ്. ഫസ്റ്റ് വൺ അസറ്റ് ട്രാക്കിംഗ്. അസറ്റ് ട്രാക്കിംഗ് എന്ന് പറയുന്നത് IoT കമ്പനീസ് ഇൻ ഷിപ്പിംഗ്, ഫ്ലീറ്റ്, പാക്കേജിംഗ് മേ എയ്ഡ് ഇൻ ട്രാക്കിംഗ് ഇൻവെന്ററീസ് ഫ്രം സ്റ്റാർട്ട് ടു എൻഡ്. അതായത് ഇതെവിടെ നമുക്ക് യൂസ് ചെയ്യാം? ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ട്രാക്ക് എ വെറൈറ്റി ഓഫ് അസറ്റ് ഇൻക്ലൂഡിംഗ് വെഹിക്കിൾസ്, എക്യുപ്മെന്റ്സ്, ഇൻവെന്ററി ആൻഡ് പേഴ്സണൽ. എന്തെങ്കിലും അസറ്റ് അങ്ങനെയൊക്കെ ട്രാക്ക് ചെയ്യണം, അല്ലെങ്കിൽ വെഹിക്കിൾസ്, എക്യുപ്മെന്റ്സ്, ഇൻവെന്ററി എന്തെങ്കിലും ട്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അസറ്റ് ട്രാക്കിംഗ് നടത്താം. അതൊരു യൂസ് കേസാണ്. അതായത് പെപ്സിക്കോ എന്ന് പറയുന്ന ഒരു കമ്പനി ഇല്ലേ, അപ്പം ഓർഗനൈസർ ഇൻഡസ്ട്രിയൽ IoT യൂസ് കേസ്. അതായത് മാക്സിമം അത് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് മാർക്കറ്റിൽ അതിന് ഭയങ്കര ഡിമാൻഡാ അല്ലേ. അദ്ദേഹം എത്രമാത്രം അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. പിന്നെ IoT ടു ക്രിയേറ്റ് ഡിജിറ്റൽ ട്വിൻസ്. അതായത് ഡിജിറ്റൽ ട്വിൻ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ട്വിൻ രണ്ടെണ്ണോ are industrial IoT application in which a sophisticated collection of sensors are utilized to construct the accurate simulation of a product or product environment. അതായത് ഒരു വെർച്വലൈസ്ഡ് മോഡൽ ഓഫ് എ ഫിസിക്കൽ ഒബ്ജക്ട് സിസ്റ്റം ആയിരിക്കും ഡിജിറ്റൽ ട്വിൻ എന്ന് പറയുന്നത്. വെർച്വലൈസ്ഡ് മോഡൽ ഓഫ് എ ഫിസിക്കൽ ഓർ ഒബ്ജക്ട് സിസ്റ്റം. ഇപ്പൊ ആമസോണിന്റെ വെബ് സർവീസ് ഒക്കെ ഇൻട്രൊഡ്യൂസ്ഡ് ഡിജിറ്റൽ ട്വിൻ പ്ലാറ്റ്ഫോം ആയിരിക്കും ആമസോണിന്റെ വെബ് സർവീസ്. അല്ലെങ്കിൽ എക്സാമ്പിൾ അവിടെ പറയുന്നത് ഇപ്പം BMW കമ്പനി എംപ്ലോയീസ് IIoT ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഇമ്മേഴ്സീവ് ടെക്നോളജി ടു കൺസിഡർ ഡിജിറ്റൽ ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് എ ഫാക്ടറി എൻഡ് പ്രൊഡക്റ്റ് പ്രോസസ്. അല്ലെ BMW കമ്പനി കാറ് അല്ലെ, നമുക്ക് ആ കാറ് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും അല്ലേ. BMW കാറില് ആ ഒരു കമ്പനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും IoTയും അതുപോലുള്ള ടെക്നോളജീസ് യൂസ് ചെയ്ത് അവരുടെ പ്രൊഡക്റ്റിനെ അവര് മാക്സിമം കൊണ്ടുവന്ന് ഇപ്പൊ നിർത്തിയേക്കും. അതായത് ഡിജിറ്റൽ ട്വിൻ-ആയിട്ട്, അതായത് പല കാര്യങ്ങളുടെ കൂട്ടത്തിലായിട്ടാണ് അതിനെ കൊണ്ടുവന്ന് അതൊരു ഡെവലപ്മെന്റിലോട്ട് വന്നിരിക്കുന്നതെന്ന് പറയുന്നു.
IoT for remote monitoring and cost saving. അതായത് the energy and utilizes sectors utilizes large operation infrastructure sometimes is hazardous conditions where human operators are unsuitable. അപ്പൊ നമ്മൾ അത് റിമോട്ട്ലി അപകടകരമായ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഹ്യൂമൻ ഓപ്പറേഷൻസിന് നിലനിർത്താൻ പറ്റുന്നില്ലെങ്കിൽ അപ്പൊ നമ്മളത് മോണിറ്റർ ചെയ്യുകയും കോസ്റ്റ് സേവിങ്സ് നടത്തുകയും ചെയ്യണം. പിന്നെ IoT ഫോർ എൻവയോൺമെന്റൽ മോണിറ്ററിങ്. എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിയൊക്കെ നമ്മൾ എൻവയോൺമെന്റ് ഒക്കെ മോണിറ്റർ ചെയ്യുന്നത്. Food and beverage sector relies heavily on the capacity of manufacture and store products under ideal environmental conditions. അതായത് ഭക്ഷണപാനീയം ഒക്കെ ഇല്ലേ, മേഖലയിൽ അനുയോജ്യമായ സാഹചര്യങ്ങളിൽ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനും സ്റ്റോർ ചെയ്യാനുമുള്ള ശേഷിയൊക്കെ മോണിറ്റർ ചെയ്യണം. IoT മോണിറ്റർ ചെയ്യുന്നുണ്ടെന്ന്. Distilleries producing alcoholic beverage is an ideal example of IoT since it operate under delicate environmental conditions. അതായത് പരിസ്ഥിതിക കണ്ടീഷനിൽ നിന്നുകൊണ്ടാണ് ഏത് ആൽക്കഹോളിക് ബിവറേജ് ആ പാനീയമൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളത്. ലാസ്റ്റ് ഹെഡിങ് IoT പ്ലാറ്റ്ഫോം ബിൽഡ് എ സ്മാർട്ട് ഫാക്ടറി. IoT പ്ലാറ്റ്ഫോം പോലും ഒരു സ്മാർട്ട് ഫാക്ടറി ആക്കുക അല്ലെ, അങ്ങനെ ഒരു ഇൻഡസ്ട്രി. എയർബസ് സീക്സ് ടു എലിമിനേറ്റ് ഫോൾട്സ് ബൈ ഇന്റഗ്രേറ്റിംഗ് ഇൻഡസ്ട്രിയൽ IoT സെൻസേഴ്സ് ഇൻ ടു മെഷീൻ ആൻഡ് എക്യുപ്മെന്റ് ബൈ മാനുഫാക്ചറിംഗ് ഫ്ലോർ ആൻഡ് പ്രൊവൈഡിംഗ് എംപ്ലോയീസ് വിത്ത് wearables. A single error in the process might cost an organization millions of dollars to rectify. അതായത് ഒരു ചെറിയ എറർ വന്നാൽ അതനുസരിച്ച് ഒരുപാട് നമുക്ക് കോസ്റ്റ് വരാം. ആഫ്റ്റർ ലോഞ്ചിങ് ഇറ്റ്സ് ഫാക്ടറി ഓഫ് ദി ഫ്യൂച്ചർ ഇസ് ദി കൊളാബറേഷൻ വിത്ത് ബോസ് എയർബസ് ഇസ് ഡിജിറ്റൽ ഇന്റലിജൻസ് ടു ഒപ്റ്റിമൈസ് ഓപ്പറേഷൻസ് ആൻഡ് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. അപ്പൊ ഇത്രയും ഈ IoT യൂസ് കേസസും സ്മാർട്ട് ഹോമും സ്മാർട്ട് ഗ്രിഡും സ്മാർട്ട് IoT ഡിവൈസസും അതുപോലെ ഇൻഡസ്ട്രിയൽ ഡിവൈസസും പിന്നെ ഹെൽത്ത് കെയറും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞേ. അപ്പൊ ഇത് ഈ ഭാഗത്തുനിന്ന് ഹെഡിങ്സുകളെല്ലാം പഠിച്ചു വെക്കുക. എന്നിട്ട് നിങ്ങളുടേതായ രീതിയിൽ അതിന്റെ ഓരോ ആപ്ലിക്കേഷൻസും നോട്ട് ചെയ്ത് എഴുതുക. അപ്പൊ ടുഡേ നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു. നമ്മുടെ ടോപ്പിക് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ആകെ 12 ചാപ്റ്ററിൽ എല്ലാ ചാപ്റ്ററും റീഡ് ചെയ്ത് തന്നെ എല്ലാ പോയിന്റ്സും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും ഇന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഇതിവിടെ ഇന്ന വർഷം ചോദിച്ചതാണ്, ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ സൈഡിൽ നോട്ട് ചെയ്തോളാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ട്. അതായത് എനിക്കും ജൂൺ 2023 അതുപോലെ ഡിസംബർ 2023, 22, 24 നിങ്ങൾക്ക് സൈറ്റിൽ നോക്കിയിട്ട് കിട്ടിയില്ല. അത്രയും ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. ഇനി 21, 20 വേണം എന്നുണ്ടെങ്കിൽ ഇഗ്നോയുടെ സൈറ്റിൽ സ്റ്റുഡൻസിന്റെ പോർട്ടലിലുണ്ട്, ക്വസ്റ്റ്യൻസ് എടുക്കാം. അപ്പൊ ഈ എന്നാലും എല്ലാ മെയിൻ ഹെഡിങ്ങും എല്ലാ ചാപ്റ്ററിൽ നിന്നും ഇപ്പൊ സൈസ് നമ്മളിപ്പം ആദ്യത്തെ ക്ലൗഡും അങ്ങനെയുള്ള ഇത് പറഞ്ഞു, അതുപോലെ ഓട്ടോ സ്കെയിലിംഗ് പറഞ്ഞു, ലോഡ് ബാലൻസിങ് പറഞ്ഞു. അപ്പൊ എല്ലാ ഹെഡിങ്ങിനെ കുറിച്ചും കുറേശ്ശെ ഒരു അവയർനെസ് പോലെ നമുക്ക് നോട്ട് ചെയ്ത് വെച്ചാൽ എല്ലാത്തിനും ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ കമ്പ്യൂട്ടിംഗ്, എഡ്ജ് കമ്പ്യൂട്ടിംഗ്, പ്രൈവറ്റ് പബ്ലിക് നെറ്റ്വർക്കുകൾ, പ്ലാറ്റ്ഫോംസ്, SAS, PAS, അതുപോലെ IAS അങ്ങനെയുള്ള പ്ലാറ്റ്ഫോം, പ്രൈവറ്റ് പബ്ലിക്, അതുപോലെ ഹൈബ്രിഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ കുറെ ആപ്ലിക്കേഷൻസ് അല്ലെ, IoTയുടെയും ക്ലൗഡിന്റെയും ആപ്ലിക്കേഷൻസ്, അതിന്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് ഇങ്ങനെയുള്ളതൊക്കെ ജനറൽ അവയർനെസ് ആയിട്ടും എഴുതാൻ അറിഞ്ഞിരിക്കണം. ഇത്രയും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഗുഡ് ബൈ. എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.